ഇൻഷാ അല്ലാഹ് അതിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം നേരത്തെ അതിന്റെ തീയതിയും മറ്റും കിട്ടിയതുകൊണ്ട് നമ്മളതിന് ആവശ്യമായ പ്രചാരണം നൽകിയിട്ടുണ്ടെങ്കിലും ഹൽക്ക കേന്ദ്രത്തിൽ നിന്നുള്ള അതിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം ബഹുമാനിയായ അസിസ്റ്റന്റുകളോട് നിർവഹിക്കും. ആ സമ്മേളനം നടക്കുക എന്നത് ഒരു ദിവസത്തിൽ പരിപാടിയായിക്കൊണ്ട് മാത്രമല്ല, ആ സമ്മേളനം തീരുമാനിച്ചത് അല്ലെങ്കിൽ ആലോചിച്ചത് മുതൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ഗ്രാമങ്ങളിലും മനുഷ്യരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക പ്രസ്ഥാനത്തെ കൂടുതൽ ജനങ്ങളിലേക്ക് അതിന് സന്ദേശമെത്തിക്കാൻ ഈ പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പരിപാടികൾ പരിചയപ്പെടുത്താൻ, അതിൽ സഹകരിക്കുന്ന ആളുകളുടെ സഹകരണം നേടാൻ, അങ്ങനെ ഓരോ മനുഷ്യരും നിർവഹിക്കേണ്ട ദൗത്യം, അവന്റെ ഡ്യൂട്ടി അത് നിർവഹിക്കാൻ ആളുകളെ പ്രാപ്തമാക്കുന്ന, പ്രേരിപ്പിക്കുന്ന വളരെ മൗലികമായ മനുഷ്യ സ്നേഹപരമായ ഒരു ബാധ്യതാ നിർവഹണമാണ് ഈ സമ്മേളനത്തിന്റെ പിന്നാമ്പുറ പ്രവർത്തനം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഈ നവംബർ ഡിസംബർ 2 മാസക്കാലം വളരെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ, അതിന്റെ ഗുണകാംക്ഷികൾ, അതുമായി ബന്ധപ്പെടുന്ന മുഴുവൻ അഭ്യുദയകാംക്ഷികളുടെയും സഹകാരികളുടെയും പിൻബലത്തോടുകൂടി ഈ ജില്ലയിലൊട്ടാകെ നിരന്തരമായ പ്രവർത്തന മേഖലയിലായി. അത്തരമൊരു പ്രവർത്തനങ്ങൾക്കുള്ള പ്രഖ്യാപനമാണ് ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്. ഇങ്ങനെ പ്രഖ്യാപന സമ്മേളനം എന്ന് പറഞ്ഞാൽ ഒരു വിപുലമായ സമ്മേളനം നടത്തി അടുത്ത ഒരു സമ്മേളനത്തിന് കാത്തിരിക്കുകയല്ല, മറിച്ച് കർമ്മമേഖലയിലേക്ക് കൈപിടിച്ച് ആനയിക്കാനുള്ള പ്രഖ്യാപനമാണ് ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്. കാരണം ഈ കാലഘട്ടം അത് വളരെ ത്വരിതഗതിയിലാക്കാൻ, വളരെ ആസൂത്രിതമായി നിർവഹിക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ഇനിയുള്ള നാളുകൾ എന്റെ സഹപ്രവർത്തകർ, ഈ പ്രസ്ഥാനത്തിന്റെ ഗുണകാംക്ഷികൾ തീർച്ചയായും ഈ കർമ്മമേഖലയിൽ കൂടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 75 വർഷക്കാലത്തെ പ്രവർത്തനത്തിന്റെ ചരിത്രം ഒരു തുറന്ന പുസ്തകം, അതൊരു ആലങ്കാരികമായ പ്രയോഗമല്ല. അതിന്റെ രൂപീകരണം മുതൽ ആ പ്രസ്ഥാനത്തിന്റെ വളരെ സുപ്രധാനമായ അഖിലേന്ത്യാ പ്രതിനിധിസഭയുടെയും ശൂറയുടെയും ഒക്കെ മുഴുവൻ യോഗങ്ങളുടെയും മിനിറ്റ്സ് അച്ചടിച്ച് വിതരണം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. അങ്ങനെ ഭൂമി മലയാളത്തിൽ ഈ ഭൂലോകത്തിൽ പ്രസ്ഥാനമുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു പ്രസ്ഥാനത്തിന്റെ മുഴുവൻ കൂടിയാലോചനകളും ചർച്ചകളും ആഭ്യന്തര വിമർശനങ്ങളും ഉൾപ്പെടെ കാശ് കൊടുത്ത് വാങ്ങാൻ കിട്ടുന്ന പുസ്തകമായി പ്രിന്റ് ചെയ്യുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന. ആ ഭരണഘടന ഈ നാട്ടിലെ ഏതൊരു മനുഷ്യനും അറിയപ്പെടുന്ന ഒരു ബുക്ക് സ്റ്റാളിൽ ചെന്നാൽ അതിന്റെ വില കൊടുത്താൽ വാങ്ങാൻ കിട്ടുന്ന ഭരണഘടനയാണ്. അതിനപ്പുറം ഒരു പ്രവർത്തന രീതി ജമാഅത്തെ ഇസ്ലാമിക്കില്ല. ആ ഭരണഘടനയിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിന്റെ ചരിത്രത്തെ പൂർണ്ണമായി സുതാര്യമായി പുറത്തറിയിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് ഈ പ്രസ്ഥാനം നാളുകളിൽ നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടെ, ആർജവത്തോടെ പറയാൻ കഴിയും, ഈ നാട്ടിൽ എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടായാലും, ആരൊക്കെ എന്തൊക്കെ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും അന്തസ്സോടുകൂടി പറയാൻ കഴിയും, ജമാഅത്തെ ഇസ്ലാമി എന്ന ഇസ്ലാമിക പ്രസ്ഥാനം യാതൊരു തരത്തിലുള്ള നീതി നിഷേധത്തിന്റെ, നിയമവിരുദ്ധമായ പ്രവർത്തനത്തിന്റെ, മനുഷ്യർക്ക് യോജിക്കാൻ കഴിയാത്ത പ്രവർത്തനത്തിന്റെ തലങ്ങളിലേക്ക് എത്തിനോക്കുക പോലും ചെയ്യില്ല. അതിന്റെ ഒരു പ്രവർത്തകനും അത് സാധ്യമല്ല. അത്തരത്തിൽ നെഞ്ചൂക്കോടെ പറയാൻ കഴിയുന്ന പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമി മാത്രമാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കോലാഹലങ്ങൾ വളരെ ആശങ്കയുളവാക്കുന്നതാണ്. സുഖകരമല്ലാത്ത അവസ്ഥയിലേക്കാണ് രാജ്യം പോകുന്നത്. കേരളത്തിന്റെ പോക്കും പലപ്പോഴും അത്തരം ആശങ്ക പങ്കുവെക്കുന്നതാണ്. പക്ഷേ
അത്തരം അനവസരങ്ങൾക്കിടയിൽ അത്തരം മനുഷ്യത്വ വിരുദ്ധമായ, ക്രൂരമായ, നിന്ദ്യമായ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു അവസാനത്തെ അനുഭാവിയെ പോലും കാണാൻ കഴിയില്ല. വല്ലപ്പോഴും ഒരു പൊതുയോഗത്തിന് വരുന്ന ഒരു അനുഭാവി എന്ന് ഞാൻ പറയുമ്പോൾ അതും വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ പറയുന്നു, ഇല്ല, അങ്ങനെ പ്രതിചേർക്കപ്പെടുന്ന, ആരോപിക്കപ്പെടുന്ന അവസ്ഥയിൽ പോലും ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന, ഇതിനെ അടുത്തറിയുന്ന ഒരാൾക്ക് ഒരിക്കലും എത്തിച്ചേരാൻ കഴിയില്ല. ഇങ്ങനെ പറയാൻ കഴിയുന്ന മറ്റൊരു പ്രസ്ഥാനം നമുക്കിടയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം. എന്നിട്ടും ഈ പ്രസ്ഥാനത്തെ കുറിച്ച് വലിയ വായിൽ ചില ആളുകളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സഹതാപം തോന്നുകയാണ്. മനുഷ്യർ അനുഭവിക്കുന്നതല്ലേ യാഥാർത്ഥ്യം? മനുഷ്യൻ നേർക്ക് നേരെ തൊട്ടറിയുന്നതല്ലേ സത്യം? ആ സത്യത്തെ മറച്ചു വെക്കാൻ വാക്സാമർത്ഥ്യം കൊണ്ട്, അധികാരത്തിന്റെ വിളമ്പ് കൊണ്ട്, ആൾബലത്തിന്റെ വലിപ്പം കൊണ്ടൊക്കെ ശ്രമിക്കാമെന്നായാൽ, പ്രത്യേകിച്ച് വിവരസാങ്കേതിക വിദ്യയുടെ ഈ പുതിയ കാര്യക്രമത്തിൽ, ലോകക്രമത്തിൽ അത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനം ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇസ്ലാമിനെ തന്നെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ഇറങ്ങുന്നത്. ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം മനുഷ്യരാശിയുടെ, ഈ ലോകത്തെ ഒരു മനുഷ്യന്റെ ക്ഷേമം, മനുഷ്യ സമൂഹത്തിന്റെ സമാധാനം, ഈ രാജ്യത്തിന്റെ പുരോഗതി ദൈവികമായ ആ വ്യവസ്ഥയിലാണുള്ളത്. മനുഷ്യർക്ക് വേണ്ടി, സൃഷ്ടികൾക്ക് വേണ്ടി പ്രപഞ്ചനാഥനായ സൃഷ്ടാവായ തമ്പുരാൻ നൽകിയ ആ വ്യവസ്ഥിതിയിലാണ് മനുഷ്യന്റെ ഇഹലോക രക്ഷയുള്ളത്, പരലോക മോക്ഷമുള്ളത്. അതുകൊണ്ട് തന്നെ അത് മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിനെ വളരെ കൃത്യമായി, അതിനെ ഏത് രൂപത്തിലാണോ അള്ളാഹു അവരുടെ പ്രവാചകനും സമർപ്പിച്ചതും പഠിപ്പിച്ചതും ആ അധ്യാപനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള ശ്രമമാണ് ഈ സമ്മേളനത്തിലും ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചത്. ഇസ്ലാം സന്തുലിതമാണ് എന്ന് പറയുമ്പോൾ ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ, പ്രചരിപ്പിക്കപ്പെടുന്ന ഊഹാപോഹങ്ങൾ, അതിന്റെ അക്ഷരവായനയിൽ നിന്നും മനുഷ്യൻ സ്വീകരിക്കുന്ന ചില ജീർണതകളും തീവ്രതകളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട്, അകലം പാലിച്ചുകൊണ്ട്, അതിനെയൊക്കെ തുറന്നു കാണിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ സമഗ്രവും സമ്പൂർണവും സന്തുലിതവുമായ ഈ ജീവിത വ്യവസ്ഥയെ മനുഷ്യരാശിക്ക് പരിചയപ്പെടുത്തുക എന്ന മൗലികമായ ദൗത്യ നിർവഹണത്തിലാണ് ഈ സമ്മേളനം പോലും ജമാഅത്ത് ഇസ്ലാമി ഉപയോഗപ്പെടുത്തുന്നത്. അത്തരം ദൗത്യ നിർവഹണത്തിൽ പങ്കാളികളാകാൻ ആളുകളെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ ആത്മാവ്, ഈ സമ്മേളന പ്രമേയത്തിന്റെ ആത്മാവ് അത് ഉൾക്കൊണ്ടുകൊണ്ട് എന്റെ സഹപ്രവർത്തകർ തീർച്ചയായും കർമ്മഭൂമിയിലേക്കാണ് പോകേണ്ടത്, കർമ്മരംഗത്തേക്കാണ് പോകേണ്ടത്. അത്തരത്തിലുള്ള ഒരു ആഹ്വാനത്തിനാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഞാൻ വളരെ ആത്മവിശ്വാസത്തിലാണ്, അൽഹംദുലില്ലാഹ്. കാരണം കൊച്ചിയിലും തൊട്ടടുത്ത പരിസര പ്രദേശത്തെ ഏരിയകളിലുള്ള പ്രവർത്തകരെ കൊണ്ട് ഒരു പ്രഖ്യാപന സമ്മേളനം നടത്തിയാൽ മതി എന്ന് തീരുമാനിച്ചിട്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഇത്തരമൊരു ശബ്ദം കേൾക്കാൻ, അതിന് ഉത്തരവാദപ്പെട്ട സംസ്ഥാന നേതൃത്വത്തിന്റെ ആ ഒരു ശബ്ദം കേൾക്കാൻ വേണ്ടി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പ്രതിനിധികളെത്തിയിട്ടുണ്ട്. തീർച്ചയായും ഈ സമ്മേളനത്തെ നെഞ്ചേറ്റ് സ്വീകരിക്കാൻ, ഈ സമ്മേളനത്തെ തന്റെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ ഓരോരുത്തരും തയ്യാറായി എന്നതിന്റെ പ്രത്യക്ഷമായ തെളിവാണ് ഇത്ര വലിയൊരു നഗരിയും നമ്മളെ ഉൾക്കൊള്ളാനായിട്ടില്ല എന്നത്. ഒരു കാര്യം സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്, ഇത്രയും വലിയൊരു നഗരിയൊന്നും സംവിധാനത്തിൽ നമ്മൾ ഒരുപ്പെട്ടതായിരുന്നില്ല. സന്ദർഭവശാൽ ഒത്തുകിട്ടിയതാണ്. മറ്റൊരു സമ്മേളനത്തിന്റെ ബാക്കിപത്രമായി കിടന്നത് നമ്മൾ തൽക്കാലത്തേക്ക് അത് ഒപ്പിച്ചെടുത്തതാണ് എന്നാണ് യാഥാർത്ഥ്യം. അതല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നുകയില്ലേ കാർപ്പറ്റൊക്കെ വിരിച്ച് ഇത്ര വലിയ മനോഹരമായ വലിയ പന്തലൊക്കെ എന്ന്. എന്തായിരുന്നാലും അത്തരം ചില അനുകൂല സാഹചര്യങ്ങൾ അള്ളാഹു നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. ഭാവിയിലും നമ്മുടെ സമ്മേളനങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ പ്രവർത്തന പന്ഥാവിൽ അത്തരം അനുകൂല സാഹചര്യങ്ങൾ നാഥൻ നമുക്ക് നൽകും. നമ്മൾ അർഹരാണെങ്കിൽ തീർച്ചയായും ഈ പരിപാടി ഇവിടെ ഇത്ര വിജയകരമായി നടത്താൻ പ്രത്യേകിച്ചും കൊച്ചി ഏരിയയിലെ സഹപ്രവർത്തകർ കാണിച്ച നിതാന്ത ജാഗ്രത ശ്ലാഘനീയമാണ്. ഈ സമ്മേളനം ഇവിടെ ഏറ്റുവാങ്ങാൻ, ഇതിന്റെ സന്ദേശം ഉൾക്കൊള്ളാൻ, ഈ സന്ദേശം ഏറ്റുവാങ്ങിക്കൊണ്ട് ജില്ലയുടെ ഓരോ വീടുകളിലേക്കും കയറി ചെല്ലാൻ നാം ഇവിടെ നിന്ന്
കൂടുതൽ ഊർജം സ്വീകരിക്കുക, അതിന്റെ തെളിച്ചവും വെളിച്ചവുമായി തിരിച്ചു പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വരുന്ന ജില്ലാ സമ്മേളനം ഇൻഷാ അല്ലാഹ് ഏറ്റവും വിജയകരമായി അതിന്റെ ഏതൊരു ഉദ്ദേശ ലക്ഷ്യത്തോടെയാണോ നാം നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് പൂർത്തീകരിച്ചിരുവാൻ നാഥൻ തുറക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ പ്രഖ്യാപനം നിർവഹിക്കുവാനും ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നിലവിലുള്ള അവസ്ഥയിൽ അതിന്റെ കാലികമായ സമീപനങ്ങൾ വിശദീകരിക്കുവാനും വേണ്ടി ആദരണീയനായ സംസ്ഥാന ഇമാമിനാമി വീട്ടി അബ്ദുള്ള കോയ തങ്ങളെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശ്രദ്ധിക്കുക. KL7 BX 353 വെള്ള നിറമുള്ള ഒരു കാറ് അത് പാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് ഉടൻ തന്നെ മാറ്റണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ وأشهد أن لا إله إلا الله ولي الصالحين وأشهد أن محمدا عبده ورسوله ورحمته للعالمين وحجته على الخلق أجمعين وصلواته وتسليماته عليه وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. إن يريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ആദരണീയനായ അധ്യക്ഷൻ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പോഷക സംഘടനകളായ ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗത്തിൻ്റെയും സോളിഡാരിറ്റി SIO GIO തുടങ്ങിയ സംഘടനകളുടെയും ജില്ലാ ഭാരവാഹികളെ, മുതിർന്ന രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജമാഅത്തെ ഇസ്ലാമി എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന സമ്മേളന പ്രഖ്യാപനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സംഗമത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സമ്മേളനങ്ങൾ നമ്മുടെ രാജ്യത്ത് ധാരാളമായി നടന്നു വരാറുണ്ട്. കൂടെ സമ്മേളനങ്ങൾ നടത്തുന്നത് തന്നെ ഒരു ഫാഷനായി സ്വീകരിച്ച സംഘങ്ങളെയും നമുക്ക് കാണാൻ പറ്റും. ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രത്തിൽ സമ്മേളനത്തെ ഒരു ആശയ പ്രചാരണത്തിൻ്റെ ഫലപ്രദമായ സംവിധാനമായി ഉപയോഗപ്പെടുത്തിയ കഴിഞ്ഞ കാലത്തിൻ്റെ ഒരു നല്ല ചരിത്രം ഈ പ്രസ്ഥാനത്തിനുണ്ട്. ആ ഒരടിസ്ഥാനത്തിൽ വർത്തമാനകാല സാഹചര്യങ്ങളെ വിലയിരുത്തുകയും ഇസ്ലാമികമായ അടിത്തറകളിൽ നിന്നുകൊണ്ട് അതിനെ സമീപിക്കുകയും ചെയ്യുന്ന ആശയ പ്രചാരണത്തിൻ്റെയും ആദർശ പ്രബോധനത്തിൻ്റെയും വ്യവസ്ഥാപിതവും ഫലപ്രദവുമായ ഒരു അവസരം
എന്നതാണ് സമ്മേളനം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സമ്മേളന ദിവസം എന്ത് നടക്കുന്നു എന്നതിൽ മാത്രമല്ല, ഇന്നു മുതൽ ഇനി അങ്ങോട്ട് ആ ദിവസം വരെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനം എന്ന് ഈ സമ്മേളനം ഏറ്റുവാങ്ങാൻ ഇവിടെ സജ്ജമായി വന്നിരിക്കുന്ന ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, സർവശക്തനായ നാഥന്റെ നാമത്തിൽ ഇൻഷാ അല്ലാഹ് എറണാകുളം ജില്ലാ സമ്മേളനം 2017 ജനുവരി 1 ഞായർ പറവൂർ എന്ന നമ്മുടെ സമീപ പ്രദേശത്ത് വെച്ച് നമ്മൾ സംഘടിപ്പിക്കുന്നതാണ്. അങ്ങനെ സമ്മേളനം നമ്മൾ നടത്തുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ സമ്മേളനം ഉയർത്തുന്ന സന്ദേശവുമായി ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ഇസ്ലാം സന്തുലിതമാണ് എന്ന ശീർഷകത്തെ സംബന്ധിച്ച് എനിക്ക് ശേഷം വരാനിരിക്കുന്ന എന്റെ സഹപ്രവർത്തകനായ ജനാബ് കെ എ യൂസുഫ് ഉമരി സംസാരിക്കും എന്നുള്ളത് കൊണ്ട് ഒരു വിഷയാവതരണം എന്ന മട്ടിൽ ഞാനിപ്പോൾ എന്റെ സംസാരം അതിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നില്ല. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം മാത്രമല്ല, ലോകം മുഴുക്കെ വളരെയേറെ പ്രതിസന്ധികളിലൂടെയും സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് സമാനമായ സന്ദർഭങ്ങൾ പലപ്പോഴും മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ആദ്യത്തെ അനുഭവമാണ് എന്ന് കരുതേണ്ടതായിട്ടില്ല. പക്ഷെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സവിശേഷമായ ഒരു അവസ്ഥ, ഈ രാജ്യത്തെ ഇതിന്റെ ഉള്ളടക്കത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയാത്തവരുടെ കയ്യിൽ ഇതിന്റെ കടിഞ്ഞാൺ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഭാരതീയ സംസ്കാരം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. ആ ഭാരതീയ സംസ്കാരത്തോട് പോയിട്ട് ഇന്ത്യയുടെ മുഴുവൻ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കൂട്ടരുടെ കയ്യിലല്ല ഇന്ന് ഈ രാജ്യത്തിന്റെ കടിഞ്ഞാൺ എന്ന് നമുക്ക് പറയേണ്ടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ബന്ധപ്പെട്ട കക്ഷികൾ അധികാരത്തിലേറിയത് മുതൽ പല വിധത്തിലുള്ള ആഭ്യന്തര സംഘർഷങ്ങളും നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് രാജ്യത്തിന്റെ പൊതുവായ ഒരു പ്രശ്നമാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ഒരു പ്രശ്നമാണ്. മുസ്ലിം സമുദായത്തിന്റെ പ്രത്യേകമായ ഒരു പ്രശ്നമേ അല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇന്ന് രാജ്യത്തെ ഒന്നിപ്പിക്കണം എന്നാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദേശീയോദ്ഗ്രഥനത്തിന് വേണ്ടി നാനാജാതി മതസ്ഥർ വ്യത്യസ്ത രീതിയിലുള്ള ജീവിത കാഴ്ചപ്പാടുകളും അനുഷ്ഠാനങ്ങളും ഉയർത്തിപ്പിടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് എല്ലാവരെയും ഒന്നിപ്പിക്കണം എന്ന ആഹ്വാനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഒന്നിപ്പിക്കണം എന്ന ഈ ആഹ്വാനം തന്നെയാണ് ഭിന്നിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഏറ്റവും കുടിലമായ തന്ത്രം എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. കാരണം ഈ രാജ്യത്തിന് ഒരു പാരമ്പര്യവും പൈതൃകവുമുണ്ട്. അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഒരുപാട് വൈവിധ്യങ്ങൾ നമ്മുടെ രാജ്യത്തിനുണ്ട്. ഈ രാജ്യത്തിന്റെ ഒരു ഘടകത്തെയും ആർക്കും ഏകോപിപ്പിക്കാൻ കഴിയില്ല. കാലാവസ്ഥാപരമായ വീക്ഷണത്തിലൂടെ നോക്കുമ്പോഴത്തെ ഇന്ത്യയുടെ അവസ്ഥ, ഭാഷാപരമായിട്ടുള്ള നമ്മുടെ വേഷവിധാനങ്ങളിലും സംസ്കാരങ്ങളിലുമുള്ള നമ്മുടെ വ്യതിരിക്തത, ഇതെല്ലാം കൂടി നിറഞ്ഞതാകുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. അതിനെ ഓരോന്നിനെയും ഏകോപിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തുമാത്രം അവിവേകമാണോ, ബുദ്ധിശൂന്യമാണോ, അതിലും വലിയ ബുദ്ധിശൂന്യതയാണ് ഏക സിവിൽ കോഡ് കൊണ്ടുവന്നുകൊണ്ട് മുഴുവൻ ജനങ്ങളെയും കൃത്രിമമായ ഒരു ഏകതയിലേക്ക് കൊണ്ടുപോകാൻ നടത്തുന്ന ശ്രമം. അതൊരിക്കലും തന്നെ വിജയിക്കാൻ പോകുന്നില്ല. എന്ന് മാത്രമല്ല, അത്തരം പ്രവണതകൾ ഈ രാജ്യത്തിന്റെ ഭദ്രതക്കും അഖണ്ഡതക്കും തകരാറ് വരുത്തും എന്ന് ആശങ്കിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എല്ലാ വിഭാഗങ്ങൾക്കും അവരവരുടേതായ അവകാശങ്ങൾ നമ്മുടെ ഭരണഘടന തന്നെ വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു വിശാലതയിലും ആ ഒരു ഉൾക്കൊള്ളാനുള്ള കഴിവിലുമാണ് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ്. അതിന്റെ അടിത്തറക്ക് കത്തിവെക്കുന്ന പ്രവണതകളെയാണ് ഇന്ന് ഗവൺമെന്റ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് എല്ലാവരും ഒന്നാകണമെങ്കിൽ എല്ലാവർക്കും ഒരേ നിയമം, അങ്ങനെ ദേശീയോദ്ഗ്രഥനം ഉണ്ടാകുമോ? ഞാൻ നേർക്കുനേരെ ഏക സിവിൽ കോഡിനെ വിശകലനം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വലിയ പ്രസംഗം അതേ സംബന്ധിച്ച് നടത്താൻ
നടത്താൻ ഈ സന്ദർഭം ഉദ്ദേശിച്ചുകൊണ്ടല്ല ഇത് പറയുന്നത്. ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള വളരെ പ്രധാനപ്പെട്ട സജീവമായ ഒരു ചർച്ചാ വിഷയമാണ് ഏക സിവിൽ കോഡുമായിട്ട് ബന്ധപ്പെട്ടത്. ഒരൊറ്റ നിയമം കൊണ്ട് ഐക്യമുണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ഇടയിൽ ഐക്യമുണ്ടായി കാണേണ്ടതാണ്. The Sikhs will be deemed as Hindus. സിഖുകാരെ ഹിന്ദുക്കളായിട്ട് പരിഗണിക്കും എന്നാണ് പേഴ്സണൽ ലോയുടെ കാര്യത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രമാണം. പക്ഷെ അവർക്കിടയിൽ അങ്ങനെയുള്ള ഒരു സൗഹാർദ്ദവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, വളരെ വളരെ ഭീകരമായ അവസ്ഥയിലുള്ള സിഖ് വിരുദ്ധ കലാപങ്ങളും ഹിന്ദു സിഖ് സംഘർഷങ്ങളും സംഘടനകളും നമ്മുടെ രാജ്യത്ത് നിത്യസംഭവമായി മാറിയ ഒരു കഥ തന്നെ ഈ രാജ്യത്തിന് പറയാനുണ്ട്. അപ്പോൾ ഒരൊറ്റ നിയമം കൊണ്ടല്ല ഏകീഭാവം ഉണ്ടാക്കേണ്ടത്, ഏകത ഉണ്ടാക്കേണ്ടത്. ഈ രാജ്യത്തിന്റെ ചൈതന്യം തന്നെ, ഇതിന്റെ പ്രഖ്യാപിതമായ തത്വം തന്നെ ഓരോ വിഭാഗത്തിന്റെയും അവരവർക്ക് ശരി എന്ന് തോന്നുന്ന ബോധ്യമുള്ള കാര്യങ്ങൾ വിശ്വസിക്കുവാനും അംഗീകരിക്കുവാനും പ്രബോധനം ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തെ നിരാകരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ഒരു ഏകദിശയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് വരുന്നത് ഈ രാജ്യത്തിന്റെ പ്രഖ്യാപിത തത്വങ്ങളിൽ നിന്നുള്ള വ്യതിചലനമാണ്. അതുകൊണ്ട് വളരെയധികം ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഏക സിവിൽ കോഡിനെ കുറിച്ച് മാത്രമല്ല, ഇവിടത്തെ ജനവിഭാഗങ്ങളെ ഓരോരുത്തരെയും ഈ രാജ്യത്തിൽ ജനിച്ചു വളർന്ന് ജീവിക്കുന്ന ഓരോരുത്തരെയും ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളത് ഏക സിവിൽ കോഡിനെ കുറിച്ചുള്ള ചർച്ചയുടെ മുമ്പ് തന്നെ നമ്മൾക്ക് ഉണ്ടാവേണ്ട വളരെ പ്രാഥമികമായ ഒരു മര്യാദയാണ്. ഓരോ വിഭാഗത്തോട് നിങ്ങൾ ഈ രാജ്യത്ത് ജനിക്കേണ്ടവരല്ല, അല്ലെങ്കിൽ ജീവിക്കാൻ അർഹതയില്ല. ഉത്തരവാദപ്പെട്ട ആളുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് അങ്ങനത്തെ കുറെ സംഭവങ്ങൾ നടന്നു. അത്തരം ആനുകാലികങ്ങൾ വിശദമായി സംസാരിക്കാൻ ഉചിതമായതല്ല ഈ ഒരു വേദി എന്നതുകൊണ്ട് ഈ ചർച്ച അതിലേക്ക് വികസിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇതുപോലെയുള്ള ഒരു സദസ്സിന്റെ മുമ്പിൽ അത്തരം വിശദാംശങ്ങൾ ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും നിങ്ങൾ ഓർത്തു നോക്കണം, ഈ രാജ്യത്തെ പ്രബലമായ ന്യൂനപക്ഷങ്ങളോട്, ദലിത് പിന്നാക്ക ജനവിഭാഗങ്ങളോട് ഈ രാജ്യത്ത് സമാധാനപൂർവ്വം ജീവിക്കുവാനുള്ള അവരുടെ ജന്മസിദ്ധമായ അവകാശത്തെ പരസ്യമായിട്ട് ചോദ്യം ചെയ്യുന്നു. എന്നിട്ട് ഓരോരുത്തരോടും ഓരോ രീതിയിലുള്ള നിലപാടുകൾ എടുക്കുന്നു. അങ്ങനെ ജീവിക്കുവാൻ സാധ്യമല്ല എന്ന് കരുതി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പാതി വഴിയിൽ അവരുടെ പഠനം മാത്രമല്ല പലപ്പോഴും ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് രാജ്യം എടുത്തെറിയപ്പെട്ടത് എന്തുകൊണ്ട് എന്ന് ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവർ ആലോചിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഈ രാജ്യത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സുരക്ഷ, അവസര സമത്വം, സമാധാനം, നീതി എന്നിവ ലഭ്യമാക്കുന്നതിൽ നമ്മുടെ ഗവൺമെന്റ് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നില്ല എന്ന്. അങ്ങനെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിറവേറ്റാൻ സന്നദ്ധമല്ലാത്തവർ ഭരണഘടനാപരമായ ചുമതലകൾ നിറവേറ്റുമെന്ന്, നീതിപൂർവകമായി നിറവേറ്റുമെന്ന് ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയവർ ഭരണഘടനാപരമായ ചുമതലകൾ നിറവേറ്റുന്നതിൽ തന്നെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, മനഃപൂർവ്വം വഴിമാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഭരണഘടനയിലെ ഒരു മാർഗനിർദ്ദേശക തത്വം ചൂണ്ടിക്കാണിച്ചിട്ട് അത് നടപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഏക സിവിൽ കോഡിന്റെ കാര്യത്തിൽ പറയുമ്പോൾ അതിൽ പ്രകടമായ വൈരുദ്ധ്യമുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവുന്നു, ഇത് രാജ്യത്തിന്റെ ഏകതയുടെ പ്രശ്നമല്ല, ഇത് സാംസ്കാരികമായ ഒരു തരം ഫാഷിസത്തിന്റെ പ്രശ്നമാണ്. ഒരു വിഭാഗത്തിന്റെ അതീശ മേധാവിത്വം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്ന സവർണ മേധാവിത്വത്തിന്റെ അജണ്ടയാണ് ഏക സിവിൽ കോഡിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമായതിന്റെ പിന്നാമ്പുറം എന്ന് പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസപരമായ അടിത്തറയിൽ, അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ മുമ്പിലുള്ള നിയമങ്ങളുടെ ഭാഷയിൽ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മാർഗനിർദ്ദേശക തത്വങ്ങളുടെയും മൗലിക അവകാശങ്ങളുടെയും വെളിച്ചത്തിൽ ഏക സിവിൽ കോഡിന്റെ വരും വരായികളെ കുറിച്ച് വിശദമായ സംവാദങ്ങളും ചർച്ചകളും നടക്കേണ്ടതുണ്ട്. നിയമ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി ജനഹിതം മാനിച്ചു എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുകയല്ല, ഏക സിവിൽ കോഡ് ജനകീയ ചർച്ചകൾക്ക് വിധേയമാകേണ്ടതുണ്ട് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യത്ത് വർഗീയതയെ സംബന്ധിച്ച്, ഭീകരവാദത്തെ സംബന്ധിച്ച്, തീവ്രതയെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ അനുബന്ധമായ ചർച്ചകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഓരോ വിഷയത്തെയും വെവ്വേറെ വിശകലനം ചെയ്യാൻ ഇതുപോലെയുള്ള പരിമിതമായ സമയത്ത് ഒരു പ്രഭാഷണത്തിൽ സാധ്യമല്ല. ഞാൻ അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ ചിലതിനെപ്പറ്റി കുറഞ്ഞ പരാമർശങ്ങൾ നടത്തുകയാണ്.
തിരിച്ചാണ് ഓക്കെ വർഗീയത, ഭീകരത, തീവ്രവാദം ഇങ്ങനെ തുടങ്ങി കുറെ പദപ്രയോഗങ്ങൾ വളരെ സജീവമായ ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമാണിത്. നമ്മുടെ മാധ്യമങ്ങളും എഴുത്തുകാരും ബുദ്ധിജീവികളും എന്താണ് ഇന്ന് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കണ്ണു തുറന്ന് കാണാതെ മുൻവിധികൾ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ ചർച്ചകളിലൊക്കെ കയറി യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശരിയായ വർഗീയ മനസ്കരെ തിരിച്ചറിയുന്നതിനോ വർഗീയതയുടെ അപകടങ്ങൾ പതിയിരിക്കുന്ന സ്ഥലങ്ങൾ എവിടെയാണ് എന്ന് നിർണയിക്കുന്നതിനോ ആ വർഗീയ പ്രവണതകളിൽ നിന്ന് മനുഷ്യ സമൂഹത്തെ മോചിപ്പിച്ചെടുക്കുന്നതിനോ ഉള്ള യഥാർത്ഥ ശ്രമങ്ങൾക്ക് സാധ്യമാകാത്ത വിധം ഓരോരുത്തരും വർഗീയതയെ സംബന്ധിച്ച് അവരവർക്ക് തോന്നുന്ന തരത്തിലുള്ള നിർവചനങ്ങളും വിശദീകരണങ്ങളും ആരോപണങ്ങളും ചമത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഈ ആരോപണങ്ങൾ ചുമത്തുകയും ചാർത്തുകയും ചെയ്യുക മാത്രമല്ല അതിനെയൊക്കെ സിദ്ധാന്തങ്ങളായി അവതരിപ്പിക്കുകയും അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏതെങ്കിലും ഒരു കൂട്ടരുടെ പേരിൽ വെച്ച് കെട്ടിയാൽ സമാധാനമായി എന്ന അവസ്ഥയിലാവുകയും ചെയ്തിരിക്കുന്നു. ഇത് ഇന്ന് തുടങ്ങിയ ഒരു പ്രവണതയല്ല. ഇത്തരം കുറെ പ്രശ്നങ്ങൾ കുറെ കാലമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇസ്ലാമിക പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് വർഗീയ പ്രസ്ഥാനമാണ് എന്ന് പറയുന്നതിൽ മതസംഘടനകളും മതേതര സംഘടനകളും ഏതാണ്ട് എല്ലാവരും കൂടി പല ഘട്ടങ്ങളിലും യോജിച്ച കഥ നമ്മൾ മുമ്പ് കണ്ടതാണ്. ഇപ്പൊ പക്ഷെ വർഗീയതയിൽ ആളുകൾക്ക് തൃപ്തി പോലും മതിയാകുന്നില്ല. അതുകൊണ്ട് ഭീകരത എന്നായിരിക്കുന്നു ഇപ്പോഴത്തെ തീവ്രവാദം എന്നും പോരാ. അതുകൊണ്ട് ഭീകരത എന്നതാണ് ഇപ്പോഴത്തെ പ്രയോഗം. ഇത്തരം പ്രയോഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇത് ആരുടെയെങ്കിലും പേരിൽ വെച്ച് കെട്ടി രക്ഷപ്പെടാതെ നിർവാഹമില്ല എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ ഒരു പൊതു പ്രവണതയാണ്. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പേരിൽ വർഗീയതയും തീവ്രവാദവും ഉന്നയിക്കാൻ വേണ്ടി ഒരുപാട് കാലം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്ത കുറെ മതസംഘടനകളുടെ നേതാക്കന്മാരുടെ വാതിലിക്കൽ വന്ന് നിങ്ങൾ ഭീകരത പ്രചരിപ്പിക്കുന്നു, വർഗീയത പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ന് അന്വേഷണ ഏജൻസികൾ വന്ന് മുട്ടുമ്പോഴാണ് ഈ വർഗീയത എന്ന് പറയുന്ന ഈ ബൂമറാങ് ഇത്രയും വേഗം ഇങ്ങനെ തിരിച്ചു വരും എന്ന് ആ പാവങ്ങൾ പോലും വിചാരിക്കുന്നത്. നമുക്ക് ഈ സ്ഥിതിവിശേഷത്തിൽ അശേഷം സന്തോഷമില്ല. പക്ഷെ ഞാൻ പറയുന്നു, ഇതൊക്കെ വളരെ ഗൗരവത്തോടെ നേരിടേണ്ടതും വളരെ ആഴത്തിൽ വിശകലനം നടത്തി നിലപാടെടുക്കേണ്ടതുമായ കുറെ ഗൗരവപ്പെട്ട വിഷയങ്ങളാണ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അഭിപ്രായം. അതുകൊണ്ട് കണ്ടവരുടെ നേരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ല, വസ്തുനിഷ്ഠമായി വിഷയങ്ങൾ പഠിക്കാൻ സന്നദ്ധമാകണം എന്ന് മുസ്ലിം സമുദായത്തിലെ എല്ലാ വിഭാഗങ്ങളോടും ജമാഅത്തെ ഇസ്ലാമിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ ആഹ്വാനം ചെയ്യുകയാണ്. നമുക്ക് ഇഷ്ടമില്ലാത്തവരെ ഒറ്റുകൊടുക്കുക. നിങ്ങൾക്ക് വർഗീയവാദിയെ കാണണോ? നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, ഞങ്ങൾ കാണിച്ചു തരാം. ഇവർ ഇന്ന കൂട്ടരാണ് വർഗീയവാദികൾ. ഈ പണിയാണ് മുസ്ലിം സമുദായത്തിലെ ഉത്തരവാദപ്പെട്ട മതസംഘടനകൾ യാതൊരു ഉത്തരവാദിത്വ ബോധവുമില്ലാതെ കുറെ കാലം നിറവേറ്റി വന്നത്. അന്ന് ഇവർക്ക് മനസ്സിലായില്ല ഈ ചെയ്യുന്നതിനൊക്കെ ഇത്തരം പെരുമ്പരായികൾ ഉണ്ട് എന്ന്. ഇന്നിപ്പോൾ നിർഭാഗ്യവശാൽ നമ്മുടെ സമുദായം പല രീതിയിലുള്ള പ്രതിസന്ധികളിലും അകപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പൊതുവായ വിഷയങ്ങളിലേക്ക് അധികം ഈ സന്ദർഭത്തിൽ പോകുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി പ്രഖ്യാപിച്ച ഈ ജില്ലാ സമ്മേളനം മുസ്ലിം സമുദായത്തെയാണ് മുഖ്യമായി അഭിസംബോധന ചെയ്യുന്നത്. ഈ രാജ്യത്തിലെ പൊതുവായ ജനങ്ങളോടൊക്കെയും നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ വളരെ ഗൗരവപ്പെട്ട കാര്യങ്ങൾ തന്നെ
തന്നെയാണ്. വേണമെങ്കിൽ എന്റെ ഈ സംസാരത്തിന്റെ വളരെ കുറഞ്ഞ ഭാഗം ആ വിഷയത്തിന്റെ ഗൗരവം മുന്നിൽ വെച്ചുകൊണ്ട് അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിന് വളരെ ശ്രദ്ധേയമായ രണ്ട് വശങ്ങളുണ്ട് എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിന്റെ അല്ലെങ്കിൽ സംസാരത്തിന്റെ അതിന്റെ ആശയ പ്രചാരണങ്ങളുടെ വളരെ ഗൗരവപ്പെട്ട ഒരു തലം എന്ന് പറയുന്നത് ഈ രാജ്യത്തിലെ എല്ലാ മനുഷ്യരോടുമുള്ള പ്രബോധനമാണ്. ഈ രാജ്യത്തിലെ മുഴുവൻ മനുഷ്യരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഭൂമി, ഈ ലോകം, ഈ ആവാസ വ്യവസ്ഥ, ഇതിനെ ഓരോന്നിനെ സംബന്ധിച്ചും നിങ്ങൾ വളരെ ശാന്തമായി ചിന്തിക്കണമെന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു താളം, ഒരു ക്രമം, ഒരു നിയമം, ഒരു വ്യവസ്ഥ ഇതൊക്കെ കാണാൻ പറ്റും. ആ താളവും ആ നിയമവും ആ ക്രമവും ആ വ്യവസ്ഥയും യാദൃച്ഛികമായിട്ടുണ്ടായതാണ് എന്ന് ഒരു മനുഷ്യനും പറയുക സാധ്യമല്ല. വളരെ കൃത്യമായ ഒരു പ്ലാനിങ്. ഓരോ പോയിന്റിനെ കുറിച്ച് ചിന്തിച്ചാലും നിങ്ങൾക്കതറിയാം. ഏതാണ്ട് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് എഴുത്തും വായനയും അറിയാത്ത ഒരു ജനതയിലേക്ക് ദൈവത്താൽ നിയോഗിതനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിന്റെ ചില വചനങ്ങളിലൂടെ ഗൗരവപ്പെട്ട പല വിഷയങ്ങളിലേക്കും ആളുകളുടെ ശ്രദ്ധ ക്ഷണിച്ചു. അതിൽ പല മാനങ്ങളുണ്ട്. ആ ഖുർആൻ എന്ന് പറയുന്നത് ഒരു വേദഗ്രന്ഥമാണ്. അതിൽ ശാസ്ത്ര സത്യങ്ങളുണ്ട്, അതിൽ ചരിത്രമുണ്ട്, അതിൽ ഉപമകളുണ്ട്, അതിൽ അലങ്കാരങ്ങളുണ്ട്, അതിൽ വർണ്ണനകളുണ്ട്, അതിൽ തത്വചിന്തകളുണ്ട്, അതിൽ രാഷ്ട്രമീമാംസയുണ്ട്, അതിൽ കഴിഞ്ഞ കാലത്തെ സമൂഹങ്ങളുടെ ഉത്ഥാന പതനങ്ങളുടെ വിലയിരുത്തലും വിശകലനങ്ങളുമുണ്ട്. ഈ എല്ലാം പറയുന്നത് കഥ പറയാനല്ല, ശാസ്ത്രം വെളിപ്പെടുത്താനല്ല, ഉപമകളും അലങ്കാരങ്ങളും മുന്നോട്ട് വെക്കാനല്ല, ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ ജീവിതം പഠിപ്പിക്കുവാനാണ്. അങ്ങനത്തെ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ നിത്യേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മഴയെ പറ്റി പറയുന്നു. സാന്ദർഭികമായി ഞാനത് എന്റെ ഓർമ്മയിൽ വന്നത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. നിങ്ങൾ വെള്ളത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടില്ലേ? വെള്ളം വളരെ അപൂർവമായ ഒരു സാധനമാകാൻ പോവുകയാണ്. മഴക്കാലം വന്നുപോയി, വല്ലാതെ ഒന്നും മഴ അറിയാതെ ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ എമ്പാടും വെള്ളമുണ്ടായിരിക്കെ തന്നെ കുടിക്കാൻ ശുദ്ധജലമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഈ 6 മാസത്തോളം മഴ പെയ്യുന്ന, കടലിന് സമാന്തരമായിട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന കേരളക്കര പോലും എത്തും എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ വെള്ളം ഒരു ഗൗരവപ്പെട്ട വിഷയമാണ്. ഈ നാട്ടിലെ എല്ലാ മനുഷ്യരോടും ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുള്ള സന്ദേശത്തിന്റെ ചുരുക്കം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വശത്തിലേക്ക് ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ കൊടുന്നതിനെ ക്ഷണിച്ചത്. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വെള്ളത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലേ? വിശുദ്ധ ഖുർആനിന്റെ ചോദ്യമാണ്. നിങ്ങൾ ഈ മേഘപടലങ്ങളിൽ നിന്ന് താഴോട്ട് വർഷിച്ചുകൊണ്ടിരിക്കുന്ന, ഉദാരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഈ മേഘപടലങ്ങളിൽ നിന്ന് ഈ മഴവെള്ളത്തെ താഴോട്ട് ഇറക്കുന്നത് നിങ്ങളോ അതല്ല നാമോ? ഇതാണ് വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് മഴയെ പറ്റി ഖുർആൻ പറയുമ്പോൾ അതിലത്ര വലിയ ശാസ്ത്ര സത്യങ്ങൾ, ശാസ്ത്ര തത്വങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് അന്നത്തെ ജനതയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുകയില്ല. ഈ ഒരു പ്രഖ്യാപനം മാത്രമല്ല, എന്നിട്ട് ഖുർആൻ പറയുന്നു, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ നാം ഉപ്പ് രസമുള്ളതാക്കുമായിരുന്നു എന്ന്. അപ്പൊ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത്, ആകാശത്തിൽ നിന്ന് ഒരു സാധനം, മുകളിൽ നിന്ന് ഒരു സാധനം താഴോട്ടിട്ടാൽ അത് താഴോട്ട് വീഴുന്നതിന്റെ തോതനുസരിച്ച്, താഴോട്ട് വരുന്നതിന്റെ തോതനുസരിച്ച് അതിന്റെ വേഗത വർദ്ധിക്കുകയും അങ്ങനെ ഭാരം കൂടുതലായി അനുഭവപ്പെടുകയും ചെയ്യും. ഒരു ചെറിയ ഒരു കല്ല്, ഒരു നെല്ലിക്കയുടെ വലിപ്പമുള്ള ഒരു കല്ല് ഇവിടെ നിന്ന് താഴോട്ട് ഇടുമ്പോഴുള്ള അതിന്റെ ആഘാതമല്ല, അതൊരു 10 നില ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴോട്ടിട്ടാൽ ഒരാൾ മരിക്കാൻ ഒരു പക്ഷേ ആ കല്ല് തന്നെ മതിയാകും മർമ്മത്തിൽ കൊണ്ടാൽ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പോ ഇത് താഴോട്ട് പോകുന്നതിന്റെ തോതനുസരിച്ച് അതിന്റെ വേഗത വർദ്ധിക്കും. വേഗത വർദ്ധിക്കുമ്പോ അതിന്റെ ഭാരം വർദ്ധിച്ചതായിട്ട് അനുഭവപ്പെടും. ഇതൊരു പൊതുവായ ഒരു അനുഭവമാണ്, ഒരു പൊതു തത്വമാണ്. ഒരു തത്വവും മുകളിൽ നിന്ന് താഴോട്ട് പോരുമ്പോ താഴോട്ട് പോരുന്നതിന്റെ തോതനുസരിച്ച് അതിന്റെ വേഗത വർദ്ധിക്കും. നേരത്തെ അതേസമയം മഴത്തുള്ളി, ആധുനിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, മഴത്തുള്ളി പുറപ്പെടുന്ന സ്ഥലത്തെ അതേ വേഗതയിൽ, മഴത്തുള്ളി പുറപ്പെടുന്ന അതേ സ്ഥലത്തെ അതേ വേഗതയിൽ ഒരു മാറ്റവും കൂടാതെ ഭൂമിയിൽ അത് വന്ന് പതിക്കുന്നു. അത് പുറപ്പെടുന്ന സ്ഥലത്ത് നിന്നും താഴോട്ട് പോകുന്നതിന്റെ തോതനുസരിച്ച് അതിന്റെ വേഗത വർദ്ധിക്കുകയും ഭാരം കൂടുകയും ചെയ്യുകയാണെങ്കിൽ ഭൂമിയിൽ മഴ തന്നെ ഒരു വലിയ ദുരന്തമായിട്ട് തീരാം എന്നുള്ളതാണ്. അപ്പൊ ഈ മേഘപടലങ്ങളിൽ നിന്ന്
ഈ മഴത്തുള്ളിയെ താഴോട്ടിറക്കുന്നത് നിങ്ങളോ അതല്ല നാമോ? എന്നിട്ട് അല്ലാഹു പറയാണ്, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ 1400-ലേറെ സംവത്സരങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ നാം ഉപ്പുരസമുള്ളതാക്കും എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാഷ്പീകരണം നടക്കുന്നത് ഭൂമിയുടെ 70% ഭാഗമുള്ള ഉപ്പ് ജലാശയങ്ങളിൽ നിന്നാണ്. നമ്മുടെ കിണറുകൾ, തോടുകൾ, തടാകങ്ങൾ, അരുവികൾ, നീർച്ചാലുകൾ എന്നൊക്കെ പറയുന്നത് വളരെ വളരെ കുറവാണ്. ഒട്ടുമിക്കതും നിഴലിലും മറവിലുമായതുകൊണ്ട് ബാഷ്പീകരണം മര്യാദക്ക് നടക്കുകയുമില്ല. അപ്പൊ ഏറ്റവും പ്രധാനമായി ബാഷ്പീകരണം നടത്തുന്നത് ഉപ്പ് ജലാശയങ്ങളിൽ നിന്നാണ്. ഉപ്പ് ജലാശയങ്ങളിൽ നിന്ന് ബാഷ്പീകരണം നടന്ന് നീരാവിയായിട്ട് മുകളിലോട്ട് പോകുമ്പോ ഉപ്പിന്റെ അംശത്തോടു കൂടിയാണ് പോകുന്നതെങ്കിൽ ഉപ്പുമഴ പെയ്യും. അതിനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ നാം ഉപ്പുരസമുള്ളതാക്കുമായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ട് നന്ദി കാണിക്കുന്നില്ല? ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ നോക്കി നടത്തി പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ അനുഗ്രഹമാണ്, അവന്റെ ദാനമാണ്, അവന്റെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹാശിസുകളുടെയും നടുവിലാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് നിങ്ങൾ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു പൗരനായിക്കൊണ്ട് ഈ പ്രപഞ്ചനാഥനെ കുറിച്ച് ചിന്തിക്കണം, ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കണം, അതിന് നന്ദി കാണിക്കണം. ഈ ആവാസ വ്യവസ്ഥകളൊക്കെയും ഏതൊരു നിയമത്തിന് വിധേയമാണോ അതേ നിയമത്തിന് നിങ്ങളും വിധേയമായി ജീവിക്കുവാൻ സന്നദ്ധമാകണം. ഈ രാജ്യത്ത് അതാണ് മനുഷ്യരുടെ എല്ലാ പ്രതിസന്ധിക്കുമുള്ള പരിഹാരം. ഇതാണ് നമ്മളോട് ഋഷിമുനിമാർ പറഞ്ഞത്, ഇതാണ് സുവിശേഷകന്മാർ ഓതിയത്, ഇതാണ് അപ്പോസ്തലന്മാർ നമ്മളിലേക്ക് എത്തിച്ചത്, ഇതാണ് പ്രവാചകന്മാർ ഏറ്റുപിടിച്ചത്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്ദേശമാണ് മാനവരോട് പറഞ്ഞത്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ രാജ്യത്തിലെ എല്ലാ ജനങ്ങളോടും വളരെ ഗൗരവപ്പെട്ട ഈ സന്ദേശം പറയേണ്ടതായിട്ടുണ്ട്. അത് തന്നെ പറയാൻ ജമാഅത്തെ ഇസ്ലാമി ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തിലെ ഇന്ത്യ രാജ്യത്തിലെ എല്ലാ പ്രബല പ്രാദേശിക ഭാഷകളിലും ഇസ്ലാമിക പ്രസ്ഥാനം ഖുർആൻ പരിഭാഷകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തിലെ എല്ലാ പ്രബല പ്രാദേശിക ഭാഷകളിലും ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷകൾ ഇറക്കിയിട്ടുണ്ട്. ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന സാഹിത്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളുടെ സഹോദരങ്ങളാണ് എല്ലാവരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹ സാഹോദര്യ ബുദ്ധ്യ ഈ പ്രപഞ്ചത്തിന്റെ താളലയത്തിനോട് ചേർന്ന് നിന്ന് മനുഷ്യൻ ജീവിക്കണം. അതാണ് നമ്മുടെ പ്രതിസന്ധികൾക്കുള്ള പരിഹാരം എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നിട്ടുണ്ട്. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധന പ്രവർത്തനങ്ങളിലെ വളരെ ഗൗരവപ്പെട്ടതും വളരെ പ്രാധാന്യമുള്ളതുമായ ഒരു വശമാണ്. പക്ഷേ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ സമ്മേളനം മുഖ്യമായിട്ടും മുസ്ലിം സമുദായത്തെയാണ് അഭിസംബോധന ചെയ്യുന്നത് എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ തീരുമാനം. മുസ്ലിം സമുദായം ഇന്ന് ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് അവരോട് ഗൗരവപ്പെട്ട ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അവരുടെ ജീവിതം ഇസ്ലാം കൊണ്ട് തന്നെ നാശത്തിലേക്ക് എത്തുന്നു എന്ന് വരുമ്പോ അവർ സ്വീകരിച്ച ഇസ്ലാമിനെ തന്നെ അവർ പുനരാലോചനയ്ക്ക് വിധേയമാക്കണം. അവിടെ നിന്നുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാം സന്തുലിതമാണ് എന്ന ഒരു സന്ദേശം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ഞാൻ തുടക്കത്തിലെ പറഞ്ഞതുപോലെ ആ സന്ദേശം വിശദീകരിക്കൽ എന്റെ ഇപ്പോഴത്തെ ഉദ്ദേശമല്ല. ഞാൻ പറയുന്നത് ജില്ലാ സമ്മേളനത്തിലൂടെ മുസ്ലിം സമുദായത്തോട് സവിശേഷമായിട്ട് സംസാരിക്കണം എന്ന് ജമാഅത്തെ ഇസ്ലാമി കരുതാൻ കാരണം മുസ്ലിം സമുദായം കഥയറിയാതെ ആട്ടം കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഉത്തരവാദിത്ത ബോധത്തോടെ ഇസ്ലാമിക അടിത്തറയിൽ മുസ്ലിം സമുദായത്തെ സംസ്കരിച്ചെടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നിർഭാഗ്യവശാൽ നമ്മുടെ മതപണ്ഡിതന്മാർ ഏർപ്പെട്ടിട്ടില്ല. നമ്മുടെ മതപണ്ഡിതന്മാർ വലിയ പ്രഭാഷണ മേളകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്, വലിയ വലിയ ദുആ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്, സലാത്ത് വാർഷികങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അഗന്ധനാമ യജ്ഞങ്ങളെ പോലെ, ലക്ഷാർച്ചനകളെ പോലെ, രോഗശാന്തി ശുശ്രൂഷകളെ പോലെ നിങ്ങളുടെ മുൻഗാമികളെ മുഴത്തിന് മുഴമായി ചാണിൽ ചാണായി നിങ്ങൾ അനുകരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്ന് മുസ്ലിം സമുദായം മറ്റു സമൂഹങ്ങളെ അനുകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രാവിലെ TV തുറന്നു നോക്കൂ, ചില ക്രൈസ്തവ മിഷണറി സംഘങ്ങളുടെ രോഗശാന്തി ശുശ്രൂഷകളുടെയും ബൈബിൾ പ്രഘോഷണങ്ങളുടെയും പരിപാടികൾ ടെലിവിഷനിലെ ചാനലുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മുസ്ലിം സമുദായത്തിനകത്ത് ഇതിന് സമാനതയുള്ള പ്രാർത്ഥനാ സമ്മേളനങ്ങളും അവിടെ വെച്ച് സ്പോട്ടിൽ വെച്ച് തന്നെ ലൈവായിട്ട് രോഗശാന്തി ശുശ്രൂഷയും അങ്ങനെ മുക്തി ലഭിക്കലും ചുരുവിൽ തന്നെ സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന ദിക്റുകളും ദുആകളും എല്ലാ പ്രശ്നങ്ങൾക്കും ഒറ്റമൂലികളായിട്ടുള്ള ദുആകളും ദിക്റുകളും ഇങ്ങനെയാണ് ഇന്ന് സമുദായത്തിന്റെ പോക്ക്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഈ സമുദായം ഇസ്ലാമിനെ ഒരു വിൽപ്പന ചരക്കായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഗൗരവത്തോടെ
അവർ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമായിട്ട് ഇസ്ലാമിനെ നടപ്പാക്കാനും ഏറ്റെടുക്കാനും സന്നദ്ധമാവുകയോ ചെയ്തിട്ടില്ല എന്ന ഒരു വിലയിരുത്തലിലാണ് ജമാഅത്തെ ഇസ്ലാമി എത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് ഈ പറയപ്പെട്ട വർഗീയതയുടെ ആരോപണം, അതുപോലെ തന്നെ ഭീകരതയുടെ ആരോപണം, അതുപോലെ തീവ്രവാദത്തിന്റെ ആരോപണം, മത തീവ്രതയുടെ ആരോപണം, ആത്മീയത തലക്ക് പിടിച്ച് ഒളിച്ചോട്ടത്തിന്റെ പ്രശ്നം, എന്തൊക്കെ പ്രശ്നങ്ങളിലാണ് ഇന്ന് മുസ്ലിം സമുദായം അകപ്പെട്ടിരിക്കുന്നത്. ഓരോന്നും നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ. ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. ഞാൻ അതിന്റെ എല്ലാത്തിന്റെയും വിശദാംശങ്ങളിലേക്ക് കടക്കാനല്ല ഈ പരാമർശങ്ങളെല്ലാം നടത്തിയത്. ഒരു വശം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ്. മുസ്ലിം സമുദായത്തിന് ഇങ്ങനെ ഒരു ദുരവസ്ഥ വന്നുപെട്ടത് അവർ ഇസ്ലാമിന്റെ കൂടെ സഞ്ചരിച്ചത് കൊണ്ടല്ല. പിന്നെയോ ഇസ്ലാമിനെ ഒരു മേമ്പടിക്ക് കൂടെ ചേർക്കുകയും അവരുടെ സ്വന്തം താല്പര്യങ്ങളുടെ പിന്നാലെ അവർ പോവുകയും ചെയ്തു എന്നതുകൊണ്ടാണ്. ഇസ്ലാം അങ്ങനെ ഒരു കെട്ടുകാഴ്ചകളുടെ ഒരു അനുഭവമാക്കി ഇസ്ലാമിനെ പരിമിതപ്പെടുത്തി, പ്രകടന മേളകളാക്കി അതിനെ ഒതുക്കി. അതിന്റെ ചൈതന്യം അവർ പരിഗണിച്ചില്ല, അതിന്റെ സത്യം അവർ മനസ്സിലാക്കിയില്ല. സന്തുലിതമായ ഇസ്ലാമിനെ അതിന്റെ സന്തുലിതത്വത്തോടെ ഉൾക്കൊള്ളാൻ, സമഗ്രമായ ഇസ്ലാമിനെ അതിന്റെ സമഗ്ര ഭാവത്തോടെ പ്രയോഗവൽക്കരിക്കാൻ മുസ്ലിം സമൂഹം മുന്നോട്ട് വന്നില്ല. കഴിഞ്ഞ 75 വർഷത്തിലേറെ കാലമായി ഇന്ത്യൻ മുസ്ലിങ്ങളോട് ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന്റെ സമഗ്രമായ നിയമ സംഹിതകൾക്ക് വിധേയമായി ജീവിക്കണമെന്നാണ്. അത് ഇന്നും പ്രസക്തമായ ആശയമാണ്. ആ ആശയം ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം ഇപ്പോൾ ഞങ്ങൾ മുസ്ലിങ്ങളോട് പറയുന്നു, ഇസ്ലാമിനെ നിങ്ങൾക്ക് മധുരതരമായ ഒരു അനുഭവമാക്കാൻ കഴിയണമെങ്കിൽ, നിങ്ങളുടെ ഇസ്ലാമിക ജീവിതം മറ്റുള്ളവർക്കും കൂടി അനുഗ്രഹമായി തീരണമെങ്കിൽ, നിങ്ങൾക്ക് തന്നെ സ്വയം അത് മധുരമുള്ളതായി തീരണമെങ്കിൽ, നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറണമെങ്കിൽ, ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമായ സന്തുലിതത്വം എന്ന് പറയുന്നത് മുസ്ലിംകൾ മുറുകെ പിടിക്കണം. എല്ലാ കാര്യത്തിലും ഇസ്ലാമിന് പ്രഖ്യാപിതമായ നിലപാടുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ വർഗീയത എന്ന് ഇന്ന് വളരെയേറെ മുസ്ലിംകളുടെ മേലെ അസഹിഷ്ണുക്കളാണവർ, ഭീകരവാദികളാണവർ, ആളെ കൊന്നുകൊണ്ടിരിക്കുന്നവരാണവർ. IS-ന്റെ ക്ലിപ്പുകൾ അതിനുവേണ്ടി തെളിവുകളായി സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അടുത്തൊരു വാർത്ത വന്നിരുന്നു, നിങ്ങളിൽ എത്ര പേർ അത് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. പെന്റഗൺ സ്പോൺസർ ചെയ്തതാണ് IS-ന്റെ പേരിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ക്ലിപ്പുകളും സ്പോൺസർ ചെയ്തിട്ടുള്ളത് പെന്റഗനാണ് എന്നും അവർക്ക് കൃത്രിമമായി ഇത്തരം ആളെ പച്ചയായിട്ട് ഔട്ട് കൊന്ന് നുറുക്കി വെട്ടിനുറുക്കി കശാപ്പ് ചെയ്യുന്നതിന്റെ ലൈവ് വീഡിയോകൾ ഉണ്ടാക്കി കൊടുക്കാൻ, കൃത്രിമമായി ഉണ്ടാക്കി കൊടുക്കുവാൻ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ ഉണ്ടെന്നും ഈ അടുത്ത് പത്രമാധ്യമങ്ങളിൽ വെളിപ്പെട്ടു വന്ന വിഷയമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഗൂഢാലോചന നടത്തി എല്ലാം ഇസ്ലാമിന്റെ പേരിൽ. ഇന്ന് സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്നവരാളെ സംബന്ധിച്ചിടത്തോളം, ദൃശ്യമാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, നിത്യേന ദിനപത്രങ്ങൾ വായിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളവും ഇസ്ലാമിനെ സംബന്ധിച്ച് അവജ്ഞയും പുച്ഛവും ഭയവും ഉണ്ടായെങ്കിൽ യാതൊരു അത്ഭുതവുമില്ല എന്ന വിധം കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഈ കുറ്റത്തിൽ ഒരുപാട് പങ്കാളികളുണ്ട്. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്, സംശയമില്ല. ഇതിന്റെ പിന്നിൽ പല ചതിക്കുഴികളുമുണ്ട്. പക്ഷെ എല്ലാ ഗൂഢാലോചനകൾക്കും അപ്പുറം, എല്ലാ ചതികൾക്കും അപ്പുറം, എല്ലാ കുതന്ത്രങ്ങൾക്കും അപ്പുറം അവിവേകികളായ ഒരു സംഘം മുസ്ലിം സമുദായം ഇതിനൊക്കെ ഉപകരണങ്ങളാകാവുന്ന വിധത്തിലുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അതുകൊണ്ട് മുസ്ലിം സമുദായത്തെ സവിശേഷമായി അഭിസംബോധന ചെയ്യണം. സാധാരണക്കാരെ മാത്രമല്ല, നേതാക്കന്മാരെയും അഭിസംബോധന ചെയ്യണം. ഇസ്ലാമിക അടിത്തറകളിൽ അവർ കാര്യങ്ങൾ പുനരവലോകനം ചെയ്യണം. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന കാര്യം. ഞങ്ങൾ വിജയിച്ചു എന്നോ മറ്റുള്ളവർ പരാജയപ്പെട്ടു എന്നോ, ഞങ്ങൾ ഉത്തമരാണെന്നും മറ്റുള്ളവർ കാശിന് കൊള്ളാത്തവരാണെന്നും യാതൊരുവിധ അവകാശവാദവും നമുക്കില്ല. തികഞ്ഞ സ്നേഹത്തോടെ, തികഞ്ഞ ഗുണകാംക്ഷയോടെ മുസ്ലിം സമുദായത്തോട് ഗൗരവത്തിൽ ഇസ്ലാമികമായ അടിത്തറകളെ പഠിക്കുവാൻ, എങ്ങനെ പഠിക്കുവാൻ, അതിന്റെ യഥാർത്ഥമായ അവസ്ഥയിൽ എങ്ങനെയാണോ കാര്യങ്ങളുള്ളത് അങ്ങനെ പഠിക്കുവാൻ സന്നദ്ധമാകണം എന്ന് ജമാഅത്തെ ഇസ്ലാമി ആഹ്വാനം ചെയ്യുകയാണ്. ആ പഠനത്തിലേക്ക് അവരെ നയിക്കുവാൻ, ആ പഠനത്തിലേക്ക് അവരെ ആനയിക്കുവാൻ, ആ പഠനത്തിന്റെ ഒരു ഫലം അവരിലേക്ക് എത്തിക്കുവാൻ, അങ്ങനെ സന്തുലിതമായ ഒരു ജീവിത കാഴ്ചപ്പാടിന്റെ വക്താക്കളും പ്രയോക്താക്കളുമാക്കി ഈ സമുദായത്തെ മാറ്റിയെടുത്തുകൊണ്ട് പ്രതിയോഗികളുടെ കയ്യിലെ ഉപകരണങ്ങളാകുന്ന ദുരവസ്ഥയിൽ നിന്ന് ഈ സമുദായത്തെ രക്ഷപ്പെടുത്തണം എന്നാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത്. ഞാൻ നേരത്തെ വർഗീയതയെ പറ്റി പറഞ്ഞു. വർഗീയത മതത്തിന്റെ ഉൽപ്പന്നമാണ് എന്ന ഒരു ധാരണ പൊതുവെ പ്രചരിച്ചിട്ടുണ്ട്. വർഗീയത മതത്തിന്റെ ഉൽപ്പന്നമാണ് എന്നാണ് ആളുകൾ കരുതുന്നത്. ഇത് ഭൗതിക മതേതരവാദികളുടെ
വർഗീയതയുടെ വളരെ ബോധപൂർവമായ പ്രചരണങ്ങളുടെ ഫലമാണ്. വർഗീയത മതത്തിന്റെ ഉൽപ്പന്നമാണ്. യഥാർത്ഥത്തിൽ വർഗീയതയും മതവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറെ സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ടല്ലോ. ഞാൻ നേരെ ഒരൊറ്റ സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകാം. ഒന്നാമത്തെ മനുഷ്യൻ ഒന്നാമത്തെ പ്രവാചകനാണ്, ആദം നബി അലൈഹിസ്സലാം. ഈ ഒന്നാമത്തെ മനുഷ്യന്റെ രണ്ട് മക്കൾ ഹാബീലും ഖാബീലും, ഇവർ തമ്മിലാണ് ആദ്യമായിട്ട് കൊല നടന്നത് എന്ന കഥ ബൈബിൾ വായിക്കുന്നവർക്കറിയാം, ഖുർആൻ വായിക്കുന്നവർക്കറിയാം. അതുകൊണ്ട് കേരളത്തിലെ മതവിഭാഗങ്ങളിലെ പ്രബല വിഭാഗങ്ങൾക്ക് അറിയാവുന്ന ഒരു കഥയാണിത്. ഇവിടെ ഹാബീൽ എന്ന് പറയുന്നത് പ്രവാചകന്റെ അനുചരനാണ്. ഖാബീൽ എന്ന് പറയുന്നത് പിതാവും പ്രവാചകനുമായ ആദമിനെ അംഗീകരിക്കാത്തവനുമാണ്. ഈ ഹാബീലും ഖാബീലും തമ്മിൽ ഈ കൊലപാതകം, ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോ ഹാബീൽ എന്ന് പറയുന്ന പ്രവാചകന്റെ സമാധാന പ്രേമിയായ അനുചരന്റെ നേരെ ഹാബീൽ ഘാതകനായിട്ട് വന്നു, കൊല്ലാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോ എന്താണ് ഹാബീലിന്റെ പ്രഖ്യാപനം? പ്രവാചകന്റെ അടിമ ശിഷ്യനായി പിതാവും പ്രവാചകനുമായ ആദമിന്റെ യഥാർത്ഥ അനുയായിയായി നിലകൊള്ളാൻ സന്നദ്ധനായ ഹാബീലിന്റെ പ്രഖ്യാപനം, നീ എന്നെ കൊല്ലാൻ നിന്റെ കൈ എന്റെ നേരെ നീട്ടിയാൽ നിന്നെ കൊല്ലാൻ എന്റെ കൈ ഞാൻ നിന്റെ നേരെ നീട്ടുകയില്ല. ആരാണ് പറഞ്ഞത്? പ്രവാചകന്റെ ശിഷ്യനാണ്. അപ്പൊ മാനവ ചരിത്രത്തിൽ ഒന്നാമതായിട്ട് കൊലയാളിയായതാരാണ്? മാനവ ചരിത്രത്തിൽ ഒന്നാമതായിട്ട് കൊലയാളിയായത് പ്രവാചകനെ തള്ളി പറഞ്ഞ ആളാണ്. മാനവ ചരിത്രത്തിൽ ഒന്നാമതായിട്ട് സമാധാനത്തിന്റെ പക്ഷം പ്രഖ്യാപിച്ചത് പ്രവാചകന്റെ അനുചരന്മാരിൽപ്പെട്ട ആളാണ്. അന്ന് മുതൽ ഇന്ന് വരെ യഥാർത്ഥ മതത്തിന്റെ ആളുകൾക്ക് വർഗീയതയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് എവിടെയും ഖണ്ഡന ഭയം കൂടാതെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് സമർപ്പിക്കാവുന്ന വളരെ ലളിതമായ ഒരു യാഥാർത്ഥ്യമാണ്. അധികാര കേന്ദ്രങ്ങൾ അവരുടെ അധികാരം അരക്കിട്ടുറപ്പിക്കുന്നതിന് വേണ്ടി തട്ടിപ്പടച്ചുണ്ടാക്കിയ കുതന്ത്രമാണ് വർഗീയത മതത്തിന്റെ ഉൽപ്പന്നമാണ് എന്നുള്ളത്. ഇതിനെപ്പറ്റി സഹോദരന്മാരും സഹോദരിമാരും ചിന്തിക്കണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖസസ് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ഖസസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കഥ പറച്ചിൽ എന്നാണ്. സൂറത്തുൽ ഖസസിൽ ഒരു കഥ മാത്രമല്ല, ഒരുപാട് കഥകളാണ് പറയാൻ പോകുന്നത്. ആ കഥകൾ പറയാൻ ആരംഭിക്കുന്നത് ധിക്കാരിയായ ഫറോവയെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. ആ ഫറോവയെ പറ്റി പറയാൻ ആരംഭിക്കുന്നത് ഫറോവ പരിധി വിട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്ന ഫിർഔന അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിഅൻ യസ്തദ്അഫു ത്വായിഫതൻ മിൻഹും എന്ന് തുടങ്ങിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. അപ്പോൾ ഫറോവ ഭൂമിയിൽ അഹങ്കരിച്ചു. അങ്ങനെ ആ അഹങ്കാരിയായ ഫറോവയുടെ അധികാര കേന്ദ്രങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി അയാൾ ചെയ്ത അയാളുടെ കുതന്ത്രം എന്താണ്? ജനങ്ങളെ കക്ഷികളാക്കി ഭിന്നിപ്പിച്ചു. നമ്മുടെ ബ്രിട്ടീഷുകാരെന്താ ചെയ്തത്? ഡിവൈഡ് ആൻഡ് റൂൾ, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ആളുകളെ ഭിന്നിപ്പിച്ചു ഭരിക്കുക. ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഏകോദര സഹോദരന്മാരായി സമഭാവനയിൽ വർദ്ധിച്ചാണ് ഇവിടെ സാമ്രാജ്യത്വം കെട്ടിപ്പടുക്കുക സാധ്യമല്ല എന്ന് ബ്രിട്ടീഷുകാരൻ മനസ്സിലാക്കി. അതുകൊണ്ട് ആളുകളെ ഭിന്നിപ്പിക്കണം. ഇത് എല്ലാ കാലത്തും അധികാരമോഹികൾ, അധികാര കേന്ദ്രങ്ങൾ ചെയ്യുന്ന പണിയാണ്. ഇത് തന്നെയാണ് ഫറോവ ചെയ്തത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ജനങ്ങളെ കക്ഷികളാക്കി, എന്നിട്ട് ഒരു കൂട്ടരെ അടിച്ചമർത്തി, മറ്റേ കൂട്ടരെ നിന്ദരാക്കി, ഒരു കൂട്ടരെ കൂട്ടിന് പിടിച്ച് മറ്റു കൂട്ടരെ നിർമ്മാർജ്ജനം ചെയ്യാൻ ശ്രമിച്ചു. ഇത് അധികാര കേന്ദ്രങ്ങളുടെ പണിയാണ്. അതുകൊണ്ട് വർഗീയത എന്ന് പറയുന്നത് മതത്തിന്റെ ഉൽപ്പന്നമല്ല. അധികാര കേന്ദ്രങ്ങളുടെ അധികാര കൊതിയിൽ നിന്നാണ് വർഗീയത ഉണ്ടായിട്ടുള്ളത് എന്ന് വർഗീയതയുടെ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. ആദം നബി അലൈഹിസ്സലാമിന്റെ പ്രവാചകനെ അംഗീകരിച്ച മകൻ സമാധാനത്തിന്റെ പക്ഷത്ത് നിലകൊണ്ടപ്പോ പ്രവാചകനെ ധിക്കരിച്ച വ്യാമോഹിയും ധിക്കാരിയുമായ മകനാണ് അക്രമകാരിയുടെ അവസ്ഥയിലേക്ക് ഉയർന്നത്. ഇത് മാനവ ചരിത്രത്തിലെ ഒരു പൊതു തത്വമാണ്. നിങ്ങൾ ഈ ഇന്ത്യ രാജ്യത്തിലേക്ക് വരൂ. നമ്മുടെ ഇപ്പൊ തീവ്രവാദത്തിന്റെ പ്രചാരകൻ മാത്രമല്ല, എല്ലാ അപകടങ്ങളുടെയും മാസ്റ്റർ ബ്രെയിൻ, എല്ലാ അപകടങ്ങളുടെയും കാതലായ അതിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയാൻ, ചാനൽ ചർച്ചകളിൽ പറയാൻ ആളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പുതിയ അനുഭവമല്ല, കുറെ കാലമായി നമ്മൾ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് പണ്ടേ ഇത് ഏറ്റുപറഞ്ഞിരുന്ന പലരും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമിയാണ് എല്ലാ തീവ്രവാദത്തിന്റെയും മാസ്റ്റർ ബ്രെയിൻ ആയിട്ടുള്ള ആ ഗ്രന്ഥങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്ന് പണ്ട് മുതലേ ഭൗതിക ഇസ്ലാം വിരുദ്ധ ശക്തികൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അതിന്റെ അപ്പുറവും ഇപ്പുറവും ചിന്തിക്കാതെ അത് ഏറ്റുപിടിച്ചവർ ഇപ്പോ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന മട്ടിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ആ വശം അവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഈ
ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം എന്ന് പരിശോധിക്കണം. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ വളരെ സങ്കടകരമായ, ഓർക്കാൻ നമ്മൾ ഇഷ്ടപ്പെടാത്ത ചില സംഭവങ്ങൾ ഉണ്ടായി. അതിൽപ്പെട്ട ഒരു സംഭവമാണ് ഈ രാജ്യത്തിന്റെ നിർഭാഗ്യകരമായ വിഭജനം എന്ന് പറയുന്നത്. പാകിസ്ഥാൻ വാദം എന്നത് ആരോ ഇട്ടുകൊടുത്ത ഒരു അജണ്ടയാണ്. കൃത്യമായ നിലപാടില്ലാത്ത വിഭാഗങ്ങൾ ഇത്തരം അജണ്ടകളിൽ ഏറ്റുപിടിക്കും. അങ്ങനെ പാകിസ്ഥാൻ വാദം ഏറ്റുപിടിച്ചു. ആരാണ് പാകിസ്ഥാൻ വാദം ഏറ്റുപിടിച്ചത്? മതമാണ് കുഴപ്പമുണ്ടാക്കുക എങ്കിൽ യഥാർത്ഥത്തിൽ മത സിദ്ധാന്തങ്ങൾ ഉൾക്കൊള്ളുന്നവരാണല്ലോ ഇത്തരം വർഗീയതയുടെയും സാമുദായികതയുടെയും വഴിക്ക് പോകേണ്ടത്. അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇന്ത്യ പാക് വിഭജനത്തിന്റെ ചർച്ചകൾ കത്തിയാളിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യയിലെ സമന്നതനായ മുസ്ലിം പണ്ഡിതനും തലയെടുപ്പുള്ള ഒരു എഴുത്തുകാരനും പ്രഭാഷകനും ബുദ്ധിജീവിയുമാണ് സയ്യിദ് അബുൽ അല മൗദൂദി സാഹിബ്. അദ്ദേഹമാണ് അന്ന് ഇന്ത്യ കണ്ട ഏറ്റവും നമ്പർ 1 പണ്ഡിതനും ചിന്തകനും, അഗാധ ചിന്തകനും പണ്ഡിതനുമായ സയ്യിദ് അബുൽ അല മൗദൂദി. അദ്ദേഹം ഉൾപ്പെടെയുള്ള കുറെ പണ്ഡിതന്മാർ ചേർന്നിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനത്തിന് രൂപകൽപ്പന നൽകിയത്. ഈ സയ്യിദ് അബുൽ അല മൗദൂദി പാകിസ്ഥാൻ വാദം ഏറ്റുപിടിച്ചില്ല. അദ്ദേഹം പാകിസ്ഥാൻ വാദത്തിന് അനുകൂലമായി നിന്നില്ലെന്ന് മാത്രമല്ല, പാകിസ്ഥാൻ വാദത്തെ നഖശിഖാന്തം എതിർക്കുന്ന നിലപാടാണ് സയ്യിദ് അബുൽ അല മൗദൂദി എടുത്തത്. അതേപോലെ തന്നെ ജൗഹർ മുഹമ്മദ് അലി, നിങ്ങൾക്കറിയാവുന്ന ഒരു പണ്ഡിതനും മഹാനുമാണ്. അബുൽ കലാം ആസാദ് ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ വരെ എഴുതിയിട്ടുള്ള ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ ആഴമുള്ള വിവരമുള്ള ഒരു പണ്ഡിതൻ കൂടിയായിരുന്നു മൗലാന അബുൽ കലാം ആസാദ്. അപ്പോ പാകിസ്ഥാൻ വാദം എന്ന ആ ഒരു വർഗീയതയുടെ ദേശീയ അല്ലെങ്കിൽ വംശീയമായ ആ ഒരു വാദത്തെ ഏറ്റുപിടിക്കാൻ സയ്യിദ് അബുൽ അല മൗദൂദിയെ കിട്ടിയില്ല. അതുപോലെ അബുൽ കലാം ആസാദിനെ കിട്ടിയില്ല, ജൗഹർ മുഹമ്മദ് അലിയെ കിട്ടിയില്ല. ഈ 3 പണ്ഡിതന്മാരും ഈ 3 നേതാക്കളും ഇതുപോലെയുള്ള മതബോധമുള്ള മറ്റ് നേതാക്കന്മാരെ പോലെ പാകിസ്ഥാൻ വാദം അപകടകരമാണ്. അതുകൊണ്ട് ഇന്ത്യക്കോ പാകിസ്ഥാനിനോ ഹിന്ദുക്കൾക്കോ മുസ്ലിങ്ങൾക്കോ ഒരു സവിശേഷമായ പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല എന്ന സുചിന്തിതമായ നിലപാടാണ് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത്. അതേസമയം പാകിസ്ഥാൻ വാദം ഏറ്റുപിടിച്ചത് മുഹമ്മദ് അലി ജിന്നയാണ്. മുഹമ്മദ് അലി ജിന്ന വ്യക്തി ജീവിതത്തിൽ മതം പാലിച്ചിരുന്ന ഒരാളല്ല. അദ്ദേഹം ഒരു ലക്ഷണമൊത്ത മോഡേണിസ്റ്റ് ആയിരുന്നു എന്ന് അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ മുസ്ലിം വർഗീയത തലക്ക് പിടിച്ചത് മതബോധമുള്ളവനെയല്ല, മതേതര മനസ്സുള്ളവനെയാണ് എന്ന് ചരിത്ര വസ്തുതകൾ വെച്ച് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഹിന്ദു സമൂഹത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. നമുക്കറിയാവുന്ന ഈ ഹിന്ദു സമൂഹത്തിലെ പ്രബലമായ വേദാന്തിയും മതപണ്ഡിതനുമാണ് വിവേകാനന്ദൻ എന്ന് പറയുന്നത്. അതുപോലെയുള്ള വേറൊരു മതപണ്ഡിതനാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. സംഘ് പരിവാറിനെ പോലെ അപകടകരമായ ഒരു സംഘടനയ്ക്ക് ജന്മം നൽകിയത് ഈ പറയപ്പെട്ട സ്വാമി വിവേകാനന്ദനോ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവോ അല്ല. അവരൊക്കെ സമാധാനത്തെ കുറിച്ച്, സ്നേഹത്തെ കുറിച്ച്, മനുഷ്യർക്കിടയിലെ സമഭാവനയെ സംബന്ധിച്ച് വർഗീയ ഭ്രാന്തന്മാർക്കെതിരെ സംസാരിക്കുകയാണ് സ്വാമി വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവും ഒക്കെ ചെയ്തത്. അപ്പോ കാരണം എന്താണ്? അവർക്ക് മതബോധവും ശരിയായ ആധ്യാത്മിക വേദാന്തത്തിലുള്ള ആഴമുള്ള വിവരവും ഉണ്ട് എന്നുള്ളതാണ്. സംഘ് പരിവാർ സംഘടനകൾക്ക് രൂപം നൽകിയത് ഗഡ്ഗേവാറിനെ പോലെയുള്ള ആളുകളാണ്, ഡോക്ടർ ഗോയലിനെ പോലെയുള്ള ആളുകളാണ്, വി ഡി സവർക്കറിനെ പോലെയുള്ള ആളുകളാണ്. ഈ ഗഡ്ഗേവാറും ഗോയലും വി ഡി സവർക്കറും മതബോധമുള്ളവരോ ആധ്യാത്മിക വേദാന്തങ്ങളിൽ വല്ല വിവരമുള്ളവരോ അല്ല. അവർ കേവലം വിഷയത്തിൽ അവർ ഒരിക്കലും തന്നെ ഒരു മതബോധത്തിന്റെ അടിത്തറയിൽ വളർത്തപ്പെട്ടവരല്ല. അപ്പൊ ശരിയായ മതബോധമുള്ളവൻ ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും അയാൾ അപകടം ചെയ്യുകയില്ല. മതമാണ് അപകടം ഉണ്ടാക്കുന്നത് എന്ന പ്രചാരണം മതവിരുദ്ധ ശക്തികളുടെ പ്രചാരണമാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാടിൽ വർഗീയതക്കുള്ള സ്ഥായിയായ പരിഹാരം, വർഗീയതക്കുള്ള സാർവജന സമഗ്രവും സമ്പൂർണവുമായ പരിഹാരം എന്ന് പറയുന്നത് സമുദായത്തെ മതേതരവൽക്കരിക്കലല്ല, ശരിയായ മതബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകലാണ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. വർഗീയതക്കുള്ള സ്ഥായിയായ പരിഹാരം ശരിയായ മതബോധം പഠിപ്പിക്കുക എന്നുള്ളതാണ്. ശരിയായ മതബോധത്തിൽ മനുഷ്യനെ ആദരിക്കുന്നതിന്റെ സന്ദേശമുണ്ട്. മനുഷ്യരെല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ് എന്ന നിലക്ക് സമന്മാരാണ് എന്ന സന്ദേശമുണ്ട്. ആണും പെണ്ണും ഓരോ എല്ലാ സ്ത്രീ പുരുഷന്മാരുടെയും ആദ്യ പിതാവ് ആദവും ഹവ്വായും ഒരേ മാതാപിതാക്കളുടെ സന്താനങ്ങളാണ് മുഴുവൻ മനുഷ്യരും എന്ന സന്ദേശമുണ്ട്. അതുപോലെ നീതിയുടെ പക്ഷത്ത് നിലകൊള്ളണം ഏതവസ്ഥയിലും എന്ന ആഹ്വാനമുണ്ട്. ഇതെല്ലാം സമാധാന പ്രേമികളായ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ആഹ്വാനങ്ങളാണ്. അതുകൊണ്ട് മതബോധം എന്ന് പറഞ്ഞാൽ
ഈ മൂല്യങ്ങൾ പ്രചരിപ്പിക്കുക, ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പറയുന്നു, മുസ്ലിം സമൂഹത്തെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സംസ്കരിക്കുവാൻ നമ്മൾ ശ്രമിക്കണം, സംഘടിപ്പിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. ആ അടിത്തറയിൽ അവരെ വാർത്തെടുക്കണം. അതിന് പകരം അവരെ വർഗീയമായി, അവരെ ഭാഗിക ആരാധനാ രംഗത്ത് മതം പാലിക്കുകയും ജീവിതത്തിന്റെ വിശാലമായ മേഖലകളിൽ മറ്റുള്ള ആ കേന്ദ്രങ്ങളുടെ പ്രചാരകരായി മാറുകയും വക്താക്കളും പ്രയോക്താക്കളുമായി തീരുകയും ചെയ്താൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഒരുപാട് തകരാറുകൾ പ്രകടമാകും. ആ തകരാറുകളാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നിർഭാഗ്യവശാൽ പറയേണ്ടി വന്നിരിക്കുകയാണ്. തീവ്രവാദത്തിന്റെ മൊത്തം ഉത്തരവാദിത്വം സയ്യിദ് അബ്ദുൽ അലാ മൗദൂദിയുടെ മേൽ കെട്ടിവെച്ചുകൊണ്ട് ആ വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ ആശയ സംവാദത്തിന് സന്നദ്ധമാണോ എന്ന് വെല്ലുവിളിക്കുന്നവരായിട്ട് സോഷ്യൽ മീഡിയയിലും മറ്റും ചില ചർച്ചകൾ കാണാനിടയായി. ഞങ്ങൾക്ക് വളരെ സമാധാനത്തോടെ, വളരെ സംയമനത്തോടെ, വളരെ മിതമായ ഭാഷയിൽ പറയാനുള്ളത്, സയ്യിദ് അബ്ദുൽ അലാ മൗദൂദിയുടെ രചനകളെല്ലാം ഒരാവർത്തി സമാധാനപൂർവ്വം ഇരുന്ന് വായിച്ചതിന് ശേഷമാകാം അത്തരം എല്ലാ സംവാദങ്ങളും. ഞങ്ങൾ സംവാദങ്ങൾക്ക് സന്നദ്ധമാണ്. പക്ഷേ അക്ഷരവിരോധികളുമായിട്ട് സംവാദം, ആശയ സംവാദം സാധ്യമല്ല എന്നാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുള്ളത്. ആ സയ്യിദ് അബ്ദുൽ അലാ മൗദൂദിയുടെ പുസ്തകങ്ങളിൽ നിന്ന് ചില ഉദ്ധരണികൾ വായിച്ചിട്ട് ഇത് തീവ്രവാദം ഉണ്ടാക്കും, ഇതാണ് ഐഎസിനെ വളർത്തിയത്, ഇതാണ് അപകടകരമായ പ്രഖ്യാപനം എന്ന് പറയുന്നവർ ആ പുസ്തകം മാത്രം പൂർണ്ണമായും ഒന്ന് വായിച്ചിരുന്നെങ്കിൽ ആ തെറ്റിദ്ധാരണ അവർക്ക് നീങ്ങിയേനെ. ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകങ്ങളാണ് തീവ്രവാദികളെയും ഭീകരന്മാരെയും ജനിപ്പിക്കുന്നതെങ്കിൽ ഏറ്റവും വലിയ തീവ്രവാദി, ഭീകരവാദി സംഘമായി മാറേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരാണ്. കാരണം അവരോളം ആ പുസ്തകം വായിച്ച വേറെ ആരുമില്ല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രവർത്തകരിലും, നേരത്തെ ജില്ലാ പ്രസിഡന്റിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രവർത്തകരിലും വർഗീയതയുടെ ഒരു ലെവലേഷം, ലാഞ്ചന നിങ്ങൾക്ക് കാണുക സാധ്യമല്ല. എന്നല്ല ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനം അതിന്റെ പ്രവർത്തകർക്ക് നാളിതുവരെ നൽകിയിട്ടുള്ള അധ്യാപനങ്ങൾ മനുഷ്യ സ്നേഹത്തിന്റെ പക്ഷത്ത് അവരെ ചേർത്ത് നിർത്തുന്ന പ്രഖ്യാപനങ്ങളാണ്. ഇപ്പൊ മോഡി അധികാരത്തിൽ വന്ന ശേഷം സമാധാനം പറയാതിരുന്നാൽ രക്ഷയില്ല എന്നതുകൊണ്ട് സമാധാനം പറയുന്ന പ്രസ്ഥാനമല്ല ജമാഅത്തെ ഇസ്ലാമി എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ വ്യക്തമാക്കുകയാണ്. 1950കളിലെ വർഗീയ കലാപങ്ങളുടെ കാലത്ത്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ വിഭജനത്തിന്റെ പശ്ചാത്തലം, ആ വിഭജനത്തോട് തൊട്ടുടനെ ഉണ്ടായ വർഗീയതയുടെ തീജ്വാലകൾ ആളിപ്പടർന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കേന്ദ്ര നേതൃത്വം ജമാഅത്തെ ഇസ്ലാമിയുടെ അംഗങ്ങൾക്ക് ഒരു സർക്കുലർ നൽകി. റൂദാദ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 5ാം ഭാഗത്തിൽ നിങ്ങൾക്ക് ആ സർക്കുലറിന്റെ മലയാള പരിഭാഷ കാണാവുന്നതാണ്. പല വേദികളിലും പല ചർച്ചകളിലും ഈ ഭാഗം നമ്മൾ ഉദ്ധരിക്കാറുണ്ട്. ഞാൻ ആ ഭാഗം ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ആ സർക്കുലറിൽ 1950കളിലാണെന്ന് ഓർക്കണം. എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി ഒരു സർക്കുലർ ഇറക്കേണ്ട യാതൊരുവിധ നിർബന്ധിത സാഹചര്യവും ഇല്ലാത്ത, ദേശക്കൂറ് തെളിയിക്കേണ്ടതോ മനുഷ്യസ്നേഹം ഉദ്ഘോഷിക്കേണ്ടതോ ആയ ഒരു നിർബന്ധിതാവസ്ഥയും ഇല്ലാത്ത പശ്ചാത്തലത്തിൽ ജമാഅത്തെ ഇസ്ലാമി അതിന്റെ പ്രവർത്തകർക്ക് നൽകിയ നിർദ്ദേശം ഇപ്രകാരമാണ്: ഏതെങ്കിലും ഒരു ജമാഅത്ത് പ്രവർത്തകന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു കുടുംബമോ ഒരു വ്യക്തിയോ ആക്രമിക്കപ്പെട്ടാൽ, ആക്രമിക്കപ്പെടുന്നവൻ മുസ്ലിമാണെങ്കിലും അല്ലെങ്കിലും ശരി, അയാൾ നിങ്ങളോട് അഭയം ചോദിച്ചാലും ഇല്ലെങ്കിലും ശരി, സ്വന്തം ജീവൻ അപകടപ്പെടുമെന്ന് വന്നാലും നിങ്ങൾ അയാൾക്ക് സംരക്ഷണം നൽകേണ്ടതാണ്. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മനുഷ്യത്വത്തിന്റെയും സമാധാനത്തിന്റെയും പക്ഷത്ത് നിലയുറപ്പിക്കുന്നതിന്റെ പ്രകടമായ ഒരു ഉദാഹരണം. ഇത്തരം തെളിവുകൾ ഇവർക്ക് ലഭിക്കുമായിരുന്നു, ഇവർ പുസ്തകം വായിക്കാൻ സന്നദ്ധമായിരുന്നുവെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആശയ സംവാദത്തിന് വെല്ലുവിളിക്കുന്നവർ സയ്യിദ് അബ്ദുൽ അലാ മൗദൂദിയുടെയും ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന്റെയും മുഴുവൻ പുസ്തകങ്ങളും ഒരാവർത്തി സമാധാനപൂർവ്വം മുൻവിധികളില്ലാതെ വായിച്ച ശേഷം സംവാദത്തിന് സന്നദ്ധമായെങ്കിൽ 1000 വട്ടം ഞങ്ങളും സന്നദ്ധമാണ്. ആ സംവാദ ചർച്ച കൊണ്ട് പ്രയോജനമല്ലാതെ ഒന്നും ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും സമാധാനകാംക്ഷികൾക്കും ഉണ്ടാവുകയില്ല എന്ന് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് വലിയ ഉത്തരവാദിത്വം, ഒരു വലിയ ഉത്തരവാദിത്വം നമ്മുടെ കയ്യിൽ, നമ്മുടെ ചുമലിലുണ്ട്. എന്താണ് ആ ഉത്തരവാദിത്വം? സമാധാനപൂർണമായ സമഗ്രമായ ജീവിത കാഴ്ചപ്പാട് നൽകുന്ന സന്തുലിതമായ ഒരു സന്ദേശം നമുക്ക് ഒരു ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന അനുഗ്രഹീതമായ അല്ലാഹുവിന്റെ ദീൻ നമ്മുടെ കയ്യിലുണ്ട്. അതിന്റെ അടിസ്ഥാനങ്ങൾക്ക് ഒരു തകരാറുമില്ലാതെ, അതിന്റെ ആദിമ വിശുദ്ധിയോടുകൂടി ആ ദീൻ നമ്മുടെ കയ്യിലുണ്ട്. അത് സ്വന്തം ജീവിതത്തിൽ മുൻഗതികളില്ലാതെ പകർത്താൻ, ആ സന്ദേശവുമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ, എന്നിട്ട് ഇസ്ലാമിന്റെ പേരിൽ പല വിധത്തിലുള്ള ക്രമക്കേടുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന, പല
മാറ്റുന്ന, ആത്മീയതകളെ വിപണന മേളകളാക്കി മാറ്റുന്ന, ആത്മീയത തലക്ക് പിടിച്ചിട്ട് മല കയറിക്കൊണ്ടിരിക്കുന്ന, വർഗീയതയുടെ വഴിയിലേക്കും വഴിമാറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ വ്യതിചലനങ്ങൾ മതത്തിന്റെ മറവിലും ചെലവിലും നടന്നുകൊണ്ടിരിക്കുന്നു, അതിനെ മുഴുവൻ ആർജവത്തോടെ അഭിമുഖീകരിക്കുക എന്ന ചരിത്രപരമായ ഒരു ഉത്തരവാദിത്വം ഈ കാലഘട്ടം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾ ഏറ്റെടുക്കണം. എന്നിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങണം. എന്നിട്ട് സമുദായത്തിന് ധൈര്യം നൽകി, ആത്മവിശ്വാസം നൽകി, ഈമാനികമായ അടിത്തറയിൽ അവരെ നമ്മൾ സംഘടിപ്പിക്കണം, സംസ്കരിക്കണം. ആ ശ്രമമാണ് ഈ രാജ്യത്ത് മതസൗഹാർദ്ദത്തിനും, ഈ രാജ്യത്ത് മാനവ മൈത്രിക്കും, ഈ രാജ്യത്തിന്റെ വീടുള്ള ഭാവിക്കും ഏറ്റവും പ്രയോജനകരമായ ദൗത്യം. അതിലാണ് ഇനിയുള്ള നാളുകളിൽ നിങ്ങളുടെ മുഖ്യ ശ്രദ്ധയുണ്ടാകേണ്ടത് എന്നാണ് സമ്മേളന പ്രഖ്യാപനം ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം. ഇങ്ങനെ ഈ സന്ദേശത്തെ നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കുവാൻ സമയപരിമിതി ഉള്ളതുകൊണ്ട് എല്ലാത്തിനെ സംബന്ധിച്ചും കുറേശ്ശെ പരാമർശിക്കുക മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ പുതിയ കാര്യങ്ങളിലേക്കും പുതിയ തലങ്ങളിലേക്കും പോകുവാനല്ല, നമ്മൾ സാധാരണ പറയുന്ന വിഷയങ്ങളിലേക്ക് തന്നെ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാനാണ് ബഹുഭൂരിപക്ഷം എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരിമാരെ കൂടി പരിഗണിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇത്രയും സഹോദരിമാർ ഈ സമ്മേളനം ഏറ്റുവാങ്ങാൻ ഇവിടെ വന്നു എന്നുള്ളത് ഇസ്ലാമിക പ്രസ്ഥാനം ഈ സമൂഹത്തെ വിവേചനരഹിതമായി അതിന്റെ സന്തുലിതമായ അവസ്ഥയിൽ എങ്ങനെ കാണുന്നു എന്നതിന്റെ മഹിതമായ ഒരു ഉദാഹരണമായിട്ട് ഞാൻ എടുത്തു കാണിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു ശക്തി നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഗ്രാമങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ വലിയ ചലനമുണ്ടാകും. അങ്ങനെ സ്ത്രീകളും പുരുഷന്മാരും അവരവരുടേതായ തലങ്ങളിൽ അവരവരുടേതായ പങ്ക് നിറവേറ്റിക്കൊണ്ട് ഈ സമൂഹത്തെ സമുദ്ധരിക്കുന്നതിനും ഈ പ്രതിസന്ധികളെ മറികടക്കുന്നതിനും അങ്ങനെ വിശുദ്ധ ഖുർആൻ നമുക്ക് വാഗ്ദാനം നൽകിയതുപോലെ വഅദല്ലാഹു الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليبدلنهم من بعد خوفهم أمنا ومكننهم من എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൂറത്തുൻ നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ വാഗ്ദാനം നൽകുന്നുണ്ട്. അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിക്കാൻ സന്നദ്ധമാകുന്ന ആളുകൾക്ക് എല്ലാ അസ്വസ്ഥതകൾക്കും ഭയവിഹ്വലമായ സ്ഥിതിവിശേഷങ്ങൾക്കും ശേഷം സമാധാനത്തിന്റെ ഒരു നല്ല നാളെ വരും, സമാധാനത്തിന്റെ ഒരു നല്ല നാളെ വരും എന്ന ഒരു വലിയ പ്രതീക്ഷയുണ്ട്. നിങ്ങൾ സ്നേഹപൂർവ്വം നെഞ്ചോട് അണച്ചു പിടിച്ച നിങ്ങളുടെ പ്രിയപ്പെട്ട ദീനുണ്ടല്ലോ, അതിന് ഭൂമിയും നിലയും വിലയും ഉണ്ടാകും. ഇത് അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് നമുക്ക് പറഞ്ഞു തരുന്നു, വിശ്വാസികളായ ആളുകളുടെ സമാധാനപൂർണമായ ആശയ പ്രബോധന ശ്രമത്തെ നിഷേധികൾ തല്ലിക്കെടുക്കാൻ ശ്രമിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ടു. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, നിങ്ങൾ ബേജാറാകണ്ട, ഇന്ന് നമ്മോട്, ഇന്ന് മുസ്ലിം ന്യൂനപക്ഷത്തോട് പറയുന്നത് പോലെ അന്ന് ആ പ്രവാചകന്മാരോട് പറയപ്പെട്ടു. എന്താണ് പറയപ്പെട്ടത്? ഒന്നുകിൽ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണം, അല്ലെങ്കിൽ നിങ്ങൾ ഗർവാപ്പസി നടത്തണം. ഇത് തന്നെയാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കും, അതല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ദീനിലേക്ക്, മില്ലത്തിലേക്ക് തിരിച്ചു വരണം എന്ന് മുൻകാല പ്രവാചകന്മാരായ ആളുകളോട് പ്രതിയോഗികൾ അലമുറയിട്ടപ്പോ അല്ലാഹു ഇടപെട്ടിട്ട് പ്രപഞ്ചനാഥൻ പറഞ്ഞു, അതിക്രമകാരികളെ നാം കൈകാര്യം ചെയ്തു കൊള്ളാം. അതുകൊണ്ട് നിങ്ങളോട് പ്രകോപനത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്നവരെ പ്രകോപനപരമായി നേരിടുന്നതിന് പകരം അവരുടെ കാര്യം ദൈവത്തിലേക്ക് വിട്ട് നിങ്ങൾക്ക് പടച്ചവനേൽപ്പിച്ച പണിയെടുക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് വളരെ പ്രധാനപൂർണമായിട്ടുള്ളത്. ഇങ്ങനെ നമ്മളുടെ പക്ഷത്ത് അല്ലാഹു നിൽക്കും. എപ്പോൾ? അല്ലാഹുവിന്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും അവന്റെ താക്കീതുകൾ ഗൗനിക്കുകയും ചെയ്യുന്നവർക്ക്. അതുകൊണ്ട് സത്യവിശ്വാസികൾ ഈമാനികമായ അടിത്തറകളിൽ ജീവിതത്തെ പുനഃക്രമീകരിക്കുന്നതിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ കാലഘട്ടം നമ്മളെ ചുമതലപ്പെടുത്തിയ ഈ വലിയ ദൗത്യത്തിന്റെ മാർഗത്തിൽ എല്ലാം മറന്ന് പ്രവർത്തിക്കുവാൻ, കരുതി വപ്പില്ലാതെ ത്യജിക്കുവാൻ സന്നദ്ധതയുണ്ടെങ്കിൽ വലിയ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യമാകും എന്ന പ്രതീക്ഷ നൽകിക്കൊണ്ട് അതിനുള്ള ഒരു കുതിപ്പാകട്ടെ ജില്ലാ സമ്മേളനത്തിന്റെ മേഖലയിൽ ഇനിയുള്ള നാളുകളിൽ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും പ്രത്യാശിച്ചുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള കരുത്ത്, അതിനുള്ള കഴിവ്, അതിനുള്ള അറിവ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ഘടകത്തിന്റെ സ്നേഹോഷ്മളമായ അഭിവാദനം
അഭിവാദ്യങ്ങളും അനുമോദനങ്ങളും നേർന്നുകൊണ്ട് ഈ സംരംഭം വിജയിപ്പിക്കുന്നതിനെ അഹോരാത്രം പണിയെടുത്ത മുഴുവൻ പ്രവർത്തകരെയും ഹൃദയം തുറന്ന് അഭിനന്ദിച്ചുകൊണ്ട് അവരിൽ നിന്ന് നാഥൻ ഇതൊരു സൽക്രമമായി സ്വീകരിക്കട്ടെ എന്ന് നിങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമ്മേളന പ്രഖ്യാപന പ്രഭാഷണം നിർവഹിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അസിസ്റ്റന്റ് അമീർ VT അബ്ദുൽ കോയ തങ്ങൾക്ക് കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രദ്ധിക്കുക, നമ്മളുടെ സമ്മേളന നഗരിയുടെ എതിർവശത്തുള്ള പെട്രോൾ പമ്പിൽ പാർക്ക് ചെയ്തിട്ടുള്ള KL7AH 3663, KL41G270, KL43 9569 എന്നീ നമ്പറുള്ള വാഹനങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റി പാർക്ക് ചെയ്യേണ്ടതാണ്. ഇസ്ലാം സന്തുലിതമാണ് എന്ന പ്രമേയം വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സമിതി അംഗം KA യൂസഫ് ഉമരി സാഹിബാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനും ജമാഅത്തെ ഇസ്ലാമിയുടെ അസിസ്റ്റന്റ് അമീറുമായ VT അബ്ദുൽ കോയ തങ്ങൾ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ സഹോദരിമാരെ സഹോദരന്മാരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്ന എല്ലാ ജില്ലാ സമ്മേളനങ്ങളെയും അതിൻ്റെ പൂർണ്ണമായ ലക്ഷ്യം നേടിക്കൊണ്ട് വിജയിപ്പിച്ചെടുക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നാം ഇവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ജമാഅത്തെ ഇസ്ലാമി ഒരു ജില്ലാ സമ്മേളനം കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടത്താൻ തീരുമാനിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായ ചർച്ചകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ ചർച്ചയിൽ ഉയർന്നു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, എന്തായിരിക്കണം ഈ സമ്മേളനം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനും പൊതു സമൂഹത്തിനും നൽകുന്ന സുപ്രധാനമായ ഒരു സന്ദേശം എന്തായിരിക്കണം എന്ന ചർച്ചയെ ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാ സമ്മേളനങ്ങൾക്കും ഒരു ശ്രദ്ധേയമായ ഒരു സന്ദേശം ഉണ്ടായിരിക്കും, ഒരു തീം ഉണ്ടായിരിക്കും, ഒരു ആശയം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സമ്മേളനത്തിന് എന്തായിരിക്കണം ആ തീം എന്ന ചർച്ചയിൽ വളരെ പെട്ടെന്ന് ഒരു തീരുമാനത്തിൽ എത്തുവാൻ കഴിയും. ആ തീരുമാനം ഇപ്പോൾ നമ്മൾ മുസ്ലിം സമൂഹത്തോടും പൊതുസമൂഹത്തോടും പറയേണ്ടത് സന്തുലിതത്വം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബാലൻസ് എന്ന് പറയുന്ന സുപ്രധാനമായ ഇസ്ലാമിൻ്റെ ഒരു അന്തർധാരയാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ സമൂഹത്തോട് പറയുന്നത്. അങ്ങനെ ആലോചിച്ചാണ് ഇസ്ലാം സന്തുലിതമാണ് എന്ന പ്രമേയം കേരളത്തിൽ ജനുവരി 1 മുതൽ ഫെബ്രുവരി 19 വരെ നടക്കുന്ന ഈ 14 സമ്മേളനങ്ങൾക്കുമുള്ള പ്രമേയമായി നിശ്ചയിച്ചു. ഈ പ്രമേയം നിശ്ചയിക്കുമ്പോൾ പല ലക്ഷ്യങ്ങൾ അതിന് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന്, ആദ്യമായി പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ നാളിൽ വരെ അവർ ഉയർത്തിപ്പിടിച്ച ആശയങ്ങളുടെ വളരെ പ്രധാനമായ ഒരു വശമാണ് ഈ സന്തുലിതത്വം എന്ന് പറയും. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആശയത്തിലും പ്രബോധനത്തിലും പ്രവർത്തന ശൈലിയിലും
നയസമീപനങ്ങളിലും സവിശേഷമായി നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ സന്തുലിതമായ സമീപനം എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ മർമ്മം. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം സമഗ്രമാണ് എന്നതായിരുന്നു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. ഇസ്ലാം സമഗ്രമാണ്. എന്തുകൊണ്ട് ഇസ്ലാം സമഗ്രം എന്ന ആ കാഴ്ചപ്പാട് ലോകത്ത് ആ കാലഘട്ടത്തിൽ ഉയർത്തി എന്ന് ചോദിച്ചാൽ, അന്ന് ഇസ്ലാം സമഗ്രമാണ് എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ അത്ഭുതപ്പെടും. അതെങ്ങനെയാണ് എല്ലാ ആഗ്രഹവും സമമാവുക എന്ന് ചോദിച്ച ആളുകളുണ്ട്. ഇസ്ലാമിന്റെ എല്ലാ ആഗ്രഹവും സമമല്ലല്ലോ. ചിലത് നിർബന്ധമാണ്, ചിലത് ഐച്ഛികമാണ്, ചിലത് കൂടുതൽ നല്ലതാണ്. നമ്മൾ സാധാരണ ഫർദ്, സുന്നത്ത്, മുസ്തഹബ് എന്നൊക്കെ പറയുന്ന സ്വഭാവത്തിൽ ചിലത് വിശ്വാസമാണ്, ചിലത് കർമാനുഷ്ഠാനമാണ്. അപ്പൊ എങ്ങനെയാണ് എല്ലാവരും സമമാവുക? നമ്മൾ ആശ്വസിച്ചു. സമഗ്രം എന്ന മലയാള പദം മനസ്സിലാകാതെ പോയതുകൊണ്ടുള്ള പ്രശ്നമാണ്. സമഗ്രത്തെയും സമാഗ്രത്തെയും തിരിച്ചറിയാതെ പോയ പ്രശ്നമാണ്. സമാഗ്രം എന്ന് പറയുമ്പോഴാണ് എല്ലാ അഗ്രഹത്തിനും നീളവും വീതിയും തുല്യമാവുക എന്ന് പറയുന്നത്. സമഗ്രം എന്ന് പറയുമ്പോൾ ഓരോ അഗ്രഹത്തിനും ആവശ്യമുള്ള നീളവും വീതിയും ഉണ്ടാവുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആവശ്യമുള്ള നീളവും വീതിയും ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ അതുപോലെ മനസ്സിലാകാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് സമഗ്രമാവുക എന്ന് ചോദിച്ച കാലഘട്ടം. പക്ഷെ ഇപ്പോൾ ലോകത്തെല്ലാവരും ഉയർത്തുന്ന ഒരു മുദ്രാവാക്യമാണ് ഇസ്ലാം സമഗ്രമാണ്. ഈ വാക്ക് ഉന്നയിച്ചുകൊണ്ടല്ലാതെ ഇപ്പോൾ ആർക്കും സംസാരിക്കാൻ കഴിയില്ല. അപ്പൊ എന്തുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഉന്നയിച്ചു എന്ന് ചോദിച്ചാൽ, അന്ന് ലോകത്തുള്ള ഇസ്ലാമിനെ പറ്റിയുള്ള കാഴ്ചപ്പാടിന്റെ പ്രശ്നമായി. അന്ന് ലോകത്തുള്ള ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്, ഏറ്റവും പ്രബലമായ കാഴ്ചപ്പാട്, ഇസ്ലാം കേവലം ഒരു ആത്മീയ പ്രധാനമായ മതമാണ്. സാധാരണ മതങ്ങളെ പറ്റിയുള്ള ധാരണ അതാണ് ധാരണ. മതം എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇതൊരു ആത്മീയ പ്രക്രിയയാണ്. മനുഷ്യന്റെ ആത്മാവിന്റെ അഭിനിവേശങ്ങൾ, അതിന്റെ ആത്മനിർവൃതി, മനുഷ്യന്റെ ആത്മാവിന്റെ നിർവൃതി, ഇതിനു വേണ്ടിയുള്ള ഒരു പ്രക്രിയയാണ്. വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകത്തിൽ, ലോക നാഗരികതകളുടെ ചരിത്രം എന്ന ഒരു പുസ്തകത്തിൽ, അത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചതാണ്, മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാണ്. അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് യേശുവും റോമും തമ്മിലുള്ള പ്രശ്നം എന്തായിരുന്നു? പ്രവാചകനായ യേശുവും ചക്രവർത്തിയായ റോമ സാമ്രാട്ടും തമ്മിലുള്ള പ്രശ്നം എന്തായിരുന്നു? ഒരുപാട് വിശദാംശങ്ങളുണ്ട്, ഞാൻ ഒറ്റവാക്കി പറയാം. അതിന് നൽകപ്പെട്ട ഉത്തരം, യേശു കടന്നു വരുമ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന മതബോധം എന്ന് പറയുന്നത് യഹൂദ പുരോഹിതന്മാർ വെച്ചു പുലർത്തിയിരുന്ന മതബോധം. ആ മതബോധത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വ്യക്തിയുടെ ആത്മനിർവൃതിയായിരുന്നു. വ്യക്തിയുടെ ആത്മനിർവൃതി ആയിരുന്നു മാത്രമായി. യേശു ഒന്നുകൊണ്ട് ലോകത്തോട് പറഞ്ഞു, എന്റെ ദൗത്യം കേവലം വ്യക്തിയുടെ ആത്മനിർവൃതി മാത്രമല്ല, സാമൂഹിക പരിവർത്തനവും കൂടിയാണ്. അവിടെ തുടങ്ങിയാണ് സന്തുലിതം എന്ന് പറയുന്നത്. സാമൂഹിക പരിവർത്തനം ഒരു പ്രവാചകന്റെ ലക്ഷ്യമാണോ? അതല്ല, ഒരു പ്രവാചകന്റെ ലക്ഷ്യം വൈയക്തികമായ ആത്മസംതൃപ്തിയാണോ? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് നമ്മൾ ഈ സന്തുലിതത്വം എന്ന് പറയുന്നത്. വളരെ മൗലികമായ സന്തുലിതത്വം അവിടെയാണ് വരുന്നത്. ഈ രണ്ട് വശങ്ങളെയും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വൈയക്തികമായി ലഭിക്കുന്ന ആത്മസംതൃപ്തിയുടെ ആത്മീയ വശവും സമൂഹത്തിന് നീതി ലഭിക്കുക, സമൂഹത്തിൽ പരിവർത്തനം ഉണ്ടാക്കുക എന്ന് പറയുന്ന സാമൂഹികമായ ദൗത്യവും. അപ്പൊ അന്നുള്ള പ്രശ്നം യഹൂദ പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിന്റെ ഒരു വശം അസന്തുലിതമായിട്ടാണ് അവർ തൗറാത്ത് മനസ്സിലാക്കിയത്. തോറയെ അവർ മനസ്സിലാക്കിയത്, മോസസിന്റെ അധ്യാപനങ്ങൾ അവർ മനസ്സിലാക്കിയത് അസന്തുലിതമായിട്ടാണ്. അസന്തുലിതമായ പുരോഹിത കാഴ്ചപ്പാടിൽ നിന്നും സന്തുലിതമായ അഥവാ സമഗ്രമായ പ്രവാചക കാഴ്ചപ്പാടിലേക്ക് പരിവർത്തിപ്പിക്കുവാൻ വേണ്ടിയുള്ള മുദ്രാവാക്യം യേശു ഉയർത്തിയപ്പോഴാണ് സാമൂഹ്യ പരിവർത്തനം എന്ന് പറയുന്നത് റോമ സാമ്രാജ്യത്തിന്റെ താല്പര്യങ്ങളുമായി ഏറ്റുമുട്ടുന്നതാണ്. ആത്മീയ നിർവൃതി എന്ന് പറയുന്നത്
ഒരു സാമ്രാജ്യത്തിന്റെയും താല്പര്യങ്ങളുമായി ഏറ്റുമുട്ടുന്നതല്ല, ഒരു രാജാവിന്റെയും താല്പര്യമായി ഏറ്റുമുട്ടുന്നതല്ല, ഒരു ഭരണകൂടത്തിന്റെയും താല്പര്യമായി ആരുടെയും ആത്മീയ നിർവൃതിയിൽ ഏറ്റുമുട്ടുകയില്ല. നമുക്ക് എത്രയും ആത്മനിർവൃതികളാണ് എന്ന് മാത്രമല്ല, അങ്ങനെ ആത്മനിർവൃതിയിലേക്ക് എല്ലാവരും മാറുകയാണെങ്കിൽ ലോകത്തിലെ സാമ്രാജ്യത്വങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എല്ലാവരും ആത്മനിർവൃതിയുടെ മാർഗത്തിലേക്ക് പോവുകയാണെങ്കിൽ അവർക്കും ആത്മനിർവൃതി ഉണ്ടാവും, ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് ലോകത്തിലെ ഭരണകൂടങ്ങളും അത്തരം ആളുകളും ഈ അമിത ആത്മീയത എന്ന് പറയുന്ന അസന്തുലിതമായ ഈ ആത്മീയതയെ അവർ വൻതോതിൽ പ്രോത്സാഹിപ്പിക്കും. നിങ്ങൾക്കറിയാവുന്നത് ഇപ്പോൾ മുഹറം മാസമാണ്. മുഹറം എന്ന് പറയുന്നത് പോരാട്ടത്തിന്റെ സന്ദേശം നൽകുന്ന മാസമാണ്. ഈ പോരാട്ടത്തിന്റെ സന്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ അന്നത്തെ ഖലീഫയായ മുആവിയ തന്റെ മകനായ യസീദിന് നൽകുന്ന ഒരു ഉപദേശമുണ്ട്. നിനക്കതിൽ രംഗത്ത് വരുന്ന 4 പ്രമുഖ വ്യക്തിത്വങ്ങളിൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്, അബ്ദുല്ലാഹ് ഇബ്നു അബീ ബക്കർ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അതിൽ ഒരാൾ ആത്മീയ നിർവൃതിയിൽ ആനന്ദം കൊള്ളുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് നിന്റെ ഭരണകൂടത്തോട് ശക്തമായ വിയോജിപ്പുണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന്റെ മുൻഗണന എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടിയ താല്പര്യം എന്ന് പറയുന്നത് ആത്മീയമായ സംതൃപ്തിയിലാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിന്റെ ഭരണത്തോടുള്ള വിയോജിപ്പ് നിനക്ക് യാതൊരു ദോഷവും ചെയ്യുകയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ ഈ ആത്മനിർവൃതി എന്ന് പറയുന്നത് ഇത് ഏത് കാലഘട്ടത്തിലും ആളുകൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ആ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ, പ്രവാചകന്മാർ വന്നുകൊണ്ട് മതത്തെ അതിന്റെ സന്തുലിതമായ അവസ്ഥയിലേക്ക്, സമഗ്രമായ അവസ്ഥയിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നപ്പോഴാണ് യേശുവിന്റെ റോമുമായി ഏറ്റുമുട്ടേണ്ടി വന്നത്. അപ്പൊ ഇത് മതത്തിന്റെ ഉത്ഭവത്തിന്റെ, പ്രവാചക ആഗമനത്തിന്റെ തന്നെ ദൗത്യം ദൈവിക സന്ദേശത്തിന്റെ സന്തുലിതത്വം അല്ലെങ്കിൽ സമഗ്രത മനുഷ്യരാശി ആവർത്തിച്ച് ഉറപ്പിച്ചു പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ദൈവിക സന്ദേശത്തിന്റെ അന്തരാത്മാവാണ് യഥാർത്ഥത്തിൽ ഈ സന്തുലിതത്വം എന്ന് പറയുന്നത്. ആ സന്തുലിതത്വം സമഗ്രമായ ഒന്നിനെ സന്തുലിതമാകാൻ കഴിയും, സന്തുലിതമാകുന്ന ഒന്നിനെ സമഗ്രമാകാൻ കഴിയും. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി രാജ്യത്ത് പ്രവർത്തനം തുടങ്ങിയപ്പോൾ ഖിലാഫത്തിന്റെ ധർമ്മത്തിന് ശേഷം ലോകത്തുള്ള മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മുഖ്യമായ ഒരു കാഴ്ചപ്പാട് ഇസ്ലാം കേവലം ആത്മീയ പ്രധാനമാണ്, അനുഷ്ഠാന പ്രധാനമാണ്, ആത്മീയ പ്രധാനമാണ്, കർമ്മശാസ്ത്ര പ്രധാനമാണ്, ആത്മനിർവൃതിക്ക് വേണ്ടിയുള്ളതാണ്. അതിനപ്പുറത്തേക്കുള്ള സാമൂഹികമായ യാതൊരു ദൗത്യം നമ്മൾ ഏർപ്പെടേണ്ടതില്ല. അപ്പൊ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. മനുഷ്യന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്, പ്രവാചക വിരോധത്തിന്റെ ദൗത്യം എന്ന് പറയുന്നത്, അതിന്റെ സന്തുലിതം എന്ന് പറയുന്നത് ഒന്നുകിൽ ഏകപക്ഷീയമായ ആത്മീയ നിർവൃതിയിലേക്ക് മനുഷ്യനെ വലിച്ചുകൊണ്ടുപോകുന്നത് അതിന്റെ മധ്യനിലപാടിൽ നമ്മുടെ വ്യതിയാനമാണെങ്കിൽ, മറുഭാഗത്ത് ആ ആത്മീയമായ അവസ്ഥ പൂർണ്ണമായി വർദ്ധിച്ചുകൊണ്ട് തികച്ചും ഭൗതികമായ താല്പര്യങ്ങളിലേക്ക്, ഭൗതിക ജീവിതത്തിന്റെ ജടികമായ താല്പര്യങ്ങളിലേക്ക് മാത്രം വലിച്ചു കൊണ്ടുപോകുന്നത് മറ്റൊരു അസന്തുലിതമായ സമീപനമാണ്. അപ്പൊ മനുഷ്യന്റെ ആത്മാവിന്റെ ജഡമുണ്ട്, അപ്പൊ ആത്മാവിന്റെ താല്പര്യമുണ്ട്, ജഡത്തിനൊരു താല്പര്യമുണ്ട്. അപ്പൊ മനുഷ്യ വ്യക്തിത്വത്തിന്റെ സന്തുലിതം എന്ന് പറയുന്നത് അവന്റെ ആത്മാവിന്റെ താല്പര്യങ്ങളും അവന്റെ ജഡത്തിന്റെ താല്പര്യങ്ങളും സന്തുലിതമായി ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. രണ്ടും ഉയർത്തിപ്പിടിക്കേണ്ടതിനെ സമന്വയിപ്പിക്കുമ്പോഴേ സന്തുലിതത്തിന്റെ ആവശ്യമുള്ളൂ. രണ്ട് കാഴ്ചപ്പാടുകളിലാണ്, ആ രണ്ടും നമ്മൾ ഉയർത്തിപ്പിടിച്ചേ പറ്റൂ. ആ രണ്ടിനും ചില ഏകപക്ഷീയമായ സഞ്ചാരപഥങ്ങളുണ്ട്. പക്ഷേ ആ രണ്ടും നമ്മൾ യോജിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകേണ്ട അവസ്ഥ വരുമ്പോൾ ആ രണ്ടിനെയും യോജിപ്പിക്കുന്ന പ്രക്രിയ അതിനെ മധ്യത്തിൽ കൊണ്ടുവന്ന് നിർത്തുക. ആത്മീയത വലത്തോട്ട് ഇങ്ങനെ പോവുക, ഭൗതികത അത് ഇടത്തോട്ട് ഇങ്ങനെ പോവുക, രണ്ടിനെയും വലിച്ചു കൊണ്ടുവന്ന് മധ്യത്തിൽ നിർത്തുക. അതുകൊണ്ടാണ് നമ്മളെ പറ്റി പറഞ്ഞത് ഈ സമൂഹം തന്നെ ഉന്മത്തൻ വസത്ത, അത് മധ്യമ സമൂഹമാണ്. അപ്പൊ മനുഷ്യന്റെ അന്തർധാര തന്നെ അവന്റെ ആത്മാവും അവന്റെ ജഡവുമാണ്. അതുകൊണ്ടാണ് ജഡത്തിന്റെ താല്പര്യങ്ങളുടെ പുറകെ മാത്രം പോകുന്നവരെ വിശുദ്ധ ഖുർആൻ എത്ര ശക്തമായി അപലപിച്ചോ അതേ ശക്തിയോടുകൂടി തന്നെ കേവല ആത്മീയമായ സന്യാസ
സന്യാസത്തിലേക്ക് പോകുന്നവരെയും വിശുദ്ധ ഖുർആൻ അപലപിച്ചു. നമുക്കറിയാമല്ലോ, എല്ലാ കാലഘട്ടത്തിലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്മീയ സംതൃപ്തിക്ക് വേണ്ടി അവർ ഉയർത്തിപ്പിടിക്കുന്നതാണ് സന്യാസം എന്ന് പറയുന്നത്. ഭൗതിക ജീവിതത്തോടുള്ള വിരക്തി, ഇവിടെ തന്നെ വിരക്തി, ആസക്തി, രണ്ടുണ്ട്. രണ്ട് വിരുദ്ധമായ വിഷയങ്ങളാണ്. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആസക്തി എന്ന് പറയുന്നതിന്റെ ഉള്ളിലുള്ള ആ ഒന്നും വിരക്തി എന്ന് പറയുന്ന അതിന്റെ ഉള്ളിലുള്ള ഒന്നും കൂടി യോജിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സന്തുലിതം ഉണ്ടാവുക. ആസക്തിയുടെ വളരെ മാത്രം മനുഷ്യൻ പോവുകയാണെങ്കിൽ ഈ ലോകത്ത് സർവ്വകുഴപ്പമുണ്ടാവും. വിരക്തിയുടെ വളരെ മാത്രം മനുഷ്യൻ പോവുകയാണെങ്കിലും ഈ ലോകത്ത് സകല കുഴപ്പമുണ്ടാവും. കാരണം ആസക്തി കാരണത്തിന്റെ പൂർണ്ണമായ രംഗം ഇട്ട് കൊടുക്കുകയാണ്. രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ടിന്റെയും എഫക്ട് ഒന്ന് തന്നെയാണ്. കുറെ ആളുകൾ വിരക്തിയിലേക്ക് പോയാൽ അതിന്റെ അർത്ഥം ആസക്തിയുടെ വക്താക്കൾക്ക് മൈതാനം ഒഴിഞ്ഞു കൊടുക്കുക എന്നാണ്. അപ്പൊ ആസക്തിയുടെ വക്താക്കൾ അതിൽ മുഴുകുന്നതും വിരക്തിയുടെ വക്താക്കൾ വിരക്തിയിൽ മുഴുകി ആസക്തിയുടെ വക്താക്കൾക്ക് രംഗം വിട്ടു കൊടുക്കുന്നതും ഫലത്തിൽ ഒന്ന് തന്നെയാണ്. ഭൗതികവാദികളും ആത്മീയവാദികളും ഫലത്തിൽ ലോകത്തെ നശിപ്പിക്കുകയാണെന്നാണ് ഈ പറയുന്നത്. കേവല ഭൗതികവാദികളും കേവല ആത്മീയവാദികളും ഈ ലോകത്ത് സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ സന്യാസം എന്ന് പറയുന്ന അവർ കെട്ടിയുണ്ടാക്കിയതാണ്. വിശുദ്ധ അതിനെ പൂർണ്ണമായി നമുക്ക് പാലിക്കാൻ കഴിയില്ല. കാരണം അസന്തുലിതമായതിനെ പാലിക്കാൻ കഴിയില്ല. അസന്തുലിതമായ ഒന്നിനെ നമുക്ക് പാലിക്കാൻ കഴിയില്ല. അത് ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നത്. സന്യാസം ജീവിതത്തിന്റെ അസന്തുലിതത്വമാണ്. ഭൗതിക ജീവിതത്തിന്റെ മനുഷ്യന്റെ ജടികമായ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശാരീരികമായ അവയവങ്ങളുടെ എല്ലാ അഭിലാഷങ്ങളും സന്തുലിതമായി പൂർത്തീകരിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം ഇസ്ലാം നൽകുന്നുണ്ട്. അവന്റെ ഏത് അവയവത്തിന്റെ ആയിക്കൊള്ളട്ടെ, അള്ളാഹു നൽകിയിരിക്കുന്ന ഓരോ അവയവത്തിന്റെയും ആസ്വാദന ശേഷിയെ അള്ളാഹു നിരാകരിച്ചിട്ടില്ല, ഇസ്ലാം നിരാകരിച്ചിട്ടില്ല. എല്ലാ അവയവത്തിന്റെയും ആസ്വാദന ശേഷി, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്വാദന ശേഷി എന്ന് പറയുന്നത് സ്വാഭാവികമായും ലൈംഗിക ആസ്വാദനം അവിടെ നിന്നാണല്ലോ ഈ അസന്തുലിതമായ ആത്മീയത അവിടെ നിന്നാണ് സന്യാസം പോകുന്നത്. പ്രവാചകന്റെ അടുത്ത് വന്നുകൊണ്ട് സഹാബി ചോദിക്കുകയുണ്ട്, അതേ പ്രവാചകനെ, എനിക്കൊരു പ്രത്യേകമായ മാംസം കഴിക്കുമ്പോൾ എനിക്ക് ലൈംഗികമായ അഭിനിവേശം വർദ്ധിക്കുന്നു, അതുകൊണ്ട് ഞാൻ ആ മാംസം വർദ്ധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ എന്തിനാണ് അള്ളാഹു നിങ്ങൾ ധാരാളാക്കി തന്ന ഈ അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ച ഈ ജീവിതത്തിന്റെ സൗന്ദര്യം, അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ച ജീവിതത്തിന്റെ സൗന്ദര്യം, വിശുദ്ധമായ ഭക്ഷണവും ജീവിതത്തിന്റെ സൗന്ദര്യവും വർദ്ധിക്കാൻ ആരാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടത്? അതുകൊണ്ട് ആ മാംസം ഒഴിവാക്കാൻ പാടില്ല എന്നാണ് പ്രവാചകൻ പഠിക്കുന്നത്. എങ്കിൽ വളരെ നല്ല മനുഷ്യൻ ഒഴിവാക്കുമെന്നല്ലേ പറയുന്നത്. ഈ ഒറ്റ കാര്യത്തിനോട് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, കുൽ മൻ ഹറമ ദീനത്തല്ലാഹി ലത്തി അഖ്റജ ലിഇബാദി വത്തയ്യിബാതി മിനർ റിസ്ഖ് കുൽ ഹിയ ലില്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയ. അതിലോകത്തെ വിശ്വാസികൾക്ക് വേണ്ടി അല്ലാഹു സൃഷ്ടിച്ചതാണ്. അപ്പൊ അങ്ങനെ ഭൗതിക ശരീരത്തിന്റെ താല്പര്യങ്ങൾ, അത് കണ്ണിന്റെ ആകട്ടെ, അത് കാതിന്റെ ആകട്ടെ, ഇപ്പോൾ നമുക്കറിയാമല്ലോ കണ്ണുകൊണ്ട് സൗന്ദര്യാത്മകമായ ഒന്നും കണ്ടുകൂടാ എന്നുള്ള കാഴ്ചപ്പാട് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധമായ ജീവിതം നയിക്കണമെങ്കിൽ കണ്ണുകൊണ്ട് കണ്ണിന്റെ ആസ്വാദന ശേഷിയെ കൂട്ടിക്കൊടുക്കുന്ന ഒന്നും നിങ്ങൾ കണ്ടുകൂടാത്തതുകൊണ്ട് കാണാവുന്നതുകൊണ്ട് അതിനൊരു രാജ്യജ്ഞാനീയ ബുദ്ധിയോടുകൂടി ഇസ്ലാം അതിന് അതുപോലെ നിർണയിച്ചിട്ടുണ്ട്. കണ്ണിന്റെ ആസ്വാദന ശേഷി മുഴുവൻ ഇസ്ലാം നൽകിയിട്ടില്ല. കാതിന്റെ ശബ്ദ സൗന്ദര്യത്തിന്റെ ആസ്വാദന ശേഷി, ഇപ്പോൾ സംഗീതം എന്ന വിഷയമാണ്. ഇപ്പോൾ സംഗീതം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ഒരു അന്തർധാനിയാണ്. വിശുദ്ധ ഖുർആൻ പോലും സംഗീതാത്മകമാണ്. സംഗീതം എന്ന് പറയുന്നതിന് ശബ്ദ സൗന്ദര്യം ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചാണല്ലോ പോലെ ആ ശബ്ദ സൗന്ദര്യത്തെ ആസ്വദിക്കുവാനുള്ള കരുത്ത് നമ്മുടെ ഈ കർമ്മമൃഗങ്ങൾക്ക് നൽകിയതല്ല പോലെ ആരാണ് നൽകിയത്? ഇപ്പോൾ അത് നിഷിദ്ധമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ ശാരീരികമായ
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞപ്പോൾ മാലി ഹദർ റസൂൽ യൗകുൽ തഅമോ യംശി ഫിൽ അസ്വാഖ്, ഇതെന്ത് പ്രവാചകനാണ്, ഭക്ഷണം കഴിക്കുന്ന പ്രവാചകനോ? അപ്പൊ അവരുടെ മനസ്സിൽ ഭക്ഷണം കഴിക്കാതെ പ്രവാചകനാണെന്നോ, യംശി ഫിൽ അസ്വാഖ് കച്ചവടം ചെയ്യുന്ന പ്രവാചകൻ, വിവാഹം കഴിക്കുന്ന പ്രവാചകൻ, ഭാര്യമാരോടൊപ്പം ജീവിക്കുന്ന പ്രവാചകൻ, മക്കൾക്ക് ജന്മം നൽകുന്ന പ്രവാചകൻ, കളിക്കുന്ന പ്രവാചകൻ, ചിരിക്കുന്ന പ്രവാചകൻ, തമാശ പറയുന്ന പ്രവാചകൻ, ഇതാണ് പ്രവാചകൻ. ഇതൊക്കെ പ്രവാചകനാണ്. പ്രവാചകൻ ചിരിക്കാൻ പാടുള്ളൂ, പ്രവാചകൻ തമാശ പറയാൻ പാടുള്ളൂ, പ്രവാചകൻ ഏതെങ്കിലും കലാപരിപാടികൾ കാണാൻ പാടുള്ളൂ, പ്രവാചകൻ മാർക്കറ്റിൽ നടക്കാൻ പാടുള്ളൂ, പ്രവാചകൻ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ഇതായിരുന്നു അവരുടെ കാഴ്ചപ്പാട്. വിശുദ്ധ ഖുർആൻ കാഴ്ചപ്പാട് അംഗീകരിക്കുകയല്ല ചെയ്തത്, പ്രവാചകൻ കാഴ്ചപ്പാട് അംഗീകരിച്ചു കൊടുക്കുകയല്ല ചെയ്തത്. അപ്പൊ നമ്മൾ മൗലികമായി മനസ്സിലാക്കേണ്ടത്, വളരെ വിശ്വാസത്തിലെല്ലാം അന്വേഷിക്കുന്നില്ല, നമ്മൾ മൗലികമായി മനസ്സിലാക്കേണ്ടത് ഇത് ഇസ്ലാമിന്റെ പ്രവാചക ദൗത്യത്തിന്റെ അന്തർധാരയാണ്. മനുഷ്യന് എല്ലാ കാലഘട്ടത്തിലും സംഭവിച്ച അസന്തുലിതാവസ്ഥ എതിരെടുപ്പാണ്. ഒന്നുകിൽ മനുഷ്യൻ ഭൗതിക പ്രബന്ധനായി എല്ലാവിധ ആത്മീയ മൂല്യങ്ങളെയും നിരാകരിക്കും, അല്ലെങ്കിൽ ആത്മീയമായ ഈ അമിതോത്സാഹം, ഈ ആത്മീയമായ ഒരു അമിതമായ ഒരാത്മീയ തൃഷ്ണ, ഒരാത്മീയ താല്പര്യം, ആ താല്പര്യത്തിൽ പെട്ടുകൊണ്ട് ഭൗതിക ജീവിതത്തിന് എല്ലാ സംവിധാനങ്ങളെയും, കുടുംബജീവിതം അടക്കമുള്ള, സാമൂഹിക ജീവിതം അടക്കമുള്ള, സാമ്പത്തിക പ്രക്രിയകളടക്കം, വൈവാഹിക ജീവിതമടക്കം, ഭക്ഷണം കഴിക്കുന്നതടക്കം എല്ലാ പ്രക്രിയയും വർദ്ധിച്ചുകൊണ്ടുള്ള ഈ അസന്തുലിതത്വമാണ് ചരിത്രത്തിൽ എല്ലാ കാലഘട്ടത്തിലും സമൂഹത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പ്രവാചകന്മാർ വന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന. ഇവിടെ എന്താ പറയുന്നത്? ഇഹലോകം പരലോകം എന്നുള്ള രണ്ട് കാഴ്ചപ്പാട് നമുക്കുണ്ട്. പരലോകത്തിന് വേണ്ടി ഇഹലോകം വർദ്ധിക്കുകയാണ് ചെയ്യുക, ഇഹലോകത്തിന് വേണ്ടി പരലോകം വർദ്ധിക്കുക. രണ്ട് അസന്തുലിതമായ സമീപനമാണ്. കുറെ ആളുകളുണ്ട്, ഇഹലോകത്തിന് വേണ്ടി അവർ പരലോകം വർദ്ധിക്കും, പരലോകത്തിന് വേണ്ടി അവർ ഇഹലോകം വർദ്ധിക്കും. നമുക്ക് രണ്ടും വേണം. ഇഹലോകത്തിൽ നിന്നുകൊണ്ട് പരലോകം നേടണം, ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് പരലോകം നേടണം. ഈ ലോകത്തിന് എവിടേക്കും ഒളിച്ചോടിക്കൊണ്ട് ആർക്കും പരലോകം നേടാൻ നമുക്ക് സാധ്യമല്ല. ഈ ലോകത്ത് ജീവിച്ചുകൊണ്ട്, ഈ ലോകത്ത് അധ്വാനിച്ചുകൊണ്ട് നമുക്ക് പരലോകം നേടേണ്ടതുണ്ട്. അപ്പൊ ഇഹലോകം പരലോകം എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ആവശ്യമാണ്. ഏതെങ്കിലും ഒന്നിലേക്ക് മാറുന്ന മനുഷ്യൻ പോയാൽ അസന്തുലിതമായി തീരും, അവർക്ക് പുലർത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് സന്യാസികൾക്ക് സത്യസന്ധമായ സന്യാസ ജീവിതം നടത്താൻ കഴിയില്ല എന്ന് മാത്രമല്ല, ലൈംഗികമായ അതിക്രമങ്ങളിൽ പിടിക്കപ്പെടുന്നവരിൽ അധികവും സന്യാസിമാരാകുന്നതിന് കാരണം അവർക്ക് സാധ്യമല്ല. അപ്പൊ കപടമായിട്ട് മാത്രമേ സന്യാസിയാകാൻ കഴിയൂ. സത്യസന്ധനായ ഒരാൾക്ക് സന്യാസിയാകാൻ കഴിയില്ല. അത് ഖുർആനിൽ പറയുന്നതാണ്, അർഹിക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് സന്യാസത്തോടുള്ള പ്രതിബദ്ധത പുലർത്താൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്ന അങ്ങനെയാണ്, അല്ലാഹു നമ്മുടെ ശരീരത്തെ പറ്റി. അപ്പൊ നിങ്ങൾക്ക് സാധ്യമല്ല. സാധ്യമല്ലാത്ത ഒന്നിലേക്ക് നിങ്ങൾ പോകരുത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ സന്തുലിതത്വം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു അടിസ്ഥാന പ്രശ്നമാണ്, ജീവിതത്തിന്റെ അടിസ്ഥാന പ്രശ്നമാണ്. വ്യത്യസ്ത ധ്രുവങ്ങളിലേക്ക് വലിച്ചു നീട്ടാൻ കഴിയുന്ന, എന്നാൽ രണ്ടും നമ്മൾ കൂട്ടി യോജിപ്പിക്കേണ്ടതിന് മധ്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുക. ഇത് മതത്തിലുമുണ്ട്, രാഷ്ട്രീയത്തിലുമുണ്ട്. ഇന്നലെ രാഷ്ട്രീയം എടുത്തു, കമ്മ്യൂണിസം മുതലാളിത്തം, രണ്ട് സാമ്പത്തിക ദർശനങ്ങളുണ്ട്. എന്താണ് ഈ രണ്ടിന്റെ പ്രശ്നം? എന്താണ് ഈ രണ്ടും പരാജയപ്പെടാൻ കാരണം? ഇവിടെയും ഒരു പ്രശ്നമുണ്ട്. വ്യക്തിയാണോ സമൂഹമാണോ? നമുക്കുള്ളതാണല്ലോ ഏറ്റവും പ്രശ്നം. വ്യക്തിയാണോ നമ്മൾ പരിഗണിക്കേണ്ടത്, സമൂഹത്തെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്? കമ്മ്യൂണിസം വ്യക്തിയെ പരിഗണിക്കാതെ സമൂഹത്തെ മാത്രം പരിഗണിച്ചു. സമൂഹ താല്പര്യങ്ങൾ മാത്രമാണ് പ്രശ്നം, വ്യക്തിയുടെ അവകാശങ്ങൾ പരിഗണിക്കുകയല്ല. സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി വ്യക്തിയുടെ അവകാശങ്ങൾ അവസാനം വരെയും ബലിയർപ്പിക്കണം. കേട്ടാൽ വലിയ മഹത്തായ ചിന്തയാണ്. സമൂഹ താല്പര്യത്തിന് വേണ്ടി വ്യക്തിയുടെ മുഴുവൻ അവകാശങ്ങൾ ബലിയർപ്പിക്കണം, വലിയ മഹത്തായ ചിന്തയാണ്. ഇതിന്റെ കാരണം എന്താണ്? അതാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് സംഭവിച്ചെന്താണ്? വ്യക്തിയുടെ അവകാശങ്ങൾ വ്യക്തി ബലിയർപ്പിക്കുക എന്നതല്ല, വ്യക്തിയുടെ അവകാശങ്ങൾ ഭരണകൂടം നിരാകരിക്കുക എന്ന അവസ്ഥയിലേക്ക് അത് സമഗ്രാധിപത്യത്തിലേക്ക് എത്തി. രാഷ്ട്രീയത്തിന് സമഗ്രാധിപത്യമായി, സാമ്പത്തിക രംഗത്ത് വ്യക്തിയുടെ മുഴുവൻ അവകാശങ്ങളും നിരാകരിച്ചു, വ്യക്തിയുടെ മുഴുവൻ അവകാശങ്ങളും നിരാകരിച്ചു.
കേൾക്കാൻ വളരെ മഹത്തായ തത്വശാസ്ത്രമാണ്. ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് മുസ്സോളിനി എന്താണ് പറഞ്ഞത്? വ്യക്തിയാണോ രാഷ്ട്രമാണോ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വ്യക്തിയല്ല രാഷ്ട്രമാണ്. ഇത് രണ്ടിനെന്താണ്? വ്യക്തിയുമാണ് രാഷ്ട്രമാണ്, വ്യക്തിയല്ല രാഷ്ട്രമാണ്. വീണ്ടും ചോദിച്ചു, രാഷ്ട്രമാണോ ഭരണകൂടമാണോ വരുന്നത്? രാഷ്ട്രത്തെക്കാൾ ഒരു ഭരണകൂടമാണ്. കാരണം ഭരണകൂടമാണ് രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നത്, രാഷ്ട്രമാണ് വ്യക്തിയെ സംരക്ഷിക്കുന്നത്. വീണ്ടും ചോദിച്ചു, ഭരണകൂടമാണോ ഭരണാധികാരിയാണോ പ്രധാനം? ഭരണകൂടത്തെക്കാൾ പ്രധാനം ഭരണാധികാരിയാണ്. കാരണം ഭരണകൂടത്തെ പ്രതിനിധിക്കുന്നതും ഭരണാധികാരിയാണ്. ഒരു ശക്തനായ ഭരണാധികാരി ഉണ്ടെങ്കിൽ രണ്ടാം സ്ഥാനക്കാരന്റെ പോലും രാജിവെപ്പിച്ച് ആ മന്ത്രിസ്ഥാനം നിലനിർത്താൻ കഴിയും, അല്ലെങ്കിൽ കഴിയില്ല. ശക്തനല്ലാത്ത ഭരണാധികാരിയാണെങ്കിൽ ഏഴാം സ്ഥാനക്കാരെ പോലും രാജിവെപ്പിക്കാൻ കഴിയില്ല എന്നത് ഈ കേരളം കണ്ട കാഴ്ചയാണ്. അപ്പൊ അത് പറയുന്നത് ശരിയാണ്. ശക്തനായ ഭരണാധികാരിയായിരിക്കും എങ്കിലും ശക്തമായ ഭരണകൂടം ഉണ്ടാവും. ശക്തമായ ഭരണകൂടം ഉണ്ടെങ്കിൽ ശക്തമായ രാഷ്ട്രം ഉണ്ടാവും. ശക്തമായ രാഷ്ട്രമുണ്ടെങ്കിൽ സുരക്ഷിതരായ ജനതയുണ്ടാവും. അതുകൊണ്ട് രാജ്യത്തിലെ ഏറ്റവും സുപ്രധാനമായ ഭരണാധികാരിയാണ് അത് ഞാനാവുന്നു എന്നായിരുന്നു മുസ്സോളിനി പറഞ്ഞു. അപ്പോ വ്യക്തിയുടെ പ്രസക്തി, സമൂഹത്തിന്റെ പ്രസക്തി, രാഷ്ട്രത്തിന്റെ പ്രസക്തി, ഭരണാധികാരിയുടെ പ്രസക്തി, ഇത് നാല് വേണം. ഇതൊന്നും സമൂഹത്തിന് ഒരു സംസ്കൃത സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതല്ല. ഏതെങ്കിലും ഒന്ന് വേണ്ടെന്ന് വെക്കുക, എന്നാൽ വ്യക്തി വേണ്ടെന്ന് വെക്കുക, എന്നാൽ രാഷ്ട്രം, എന്നാൽ രാഷ്ട്രം വേണ്ടെന്ന് വെക്കുക, അപ്പോൾ ഇതിൽ അരാജകത്വമാണ്. എങ്കിൽ ഭരണകൂടം വേണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ ഭരണാധികാരി ഒന്നിനും വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒന്നാണ് പ്രധാനം എന്ന് പറഞ്ഞപ്പോൾ അത് ലോകത്തിലെ ഏറ്റവും ഭീകരമായ ഫാഷിസം എന്ന് പറയുന്ന ഭീകരമായ അവസ്ഥയിലേക്ക് ലോകമഹായുദ്ധത്തിൽ കൊണ്ടുപോയി എത്തിച്ചത് ഫാഷിസത്തിന്റെ അസന്തുലിതമായ ഈ സമീപനമാണ്. ഇത് എന്നെ കമ്മ്യൂണിസത്തിൽ സംഭവിച്ചു. സമൂഹം മാത്രമാണ് പ്രധാനം, വ്യക്തി പ്രധാനമല്ല. അതുകൊണ്ട് വ്യക്തിയുടെ സാമ്പത്തിക അവകാശങ്ങൾ നിരാകരിച്ചു, വ്യക്തിയുടെ മത വിശ്വാസ സ്വാതന്ത്ര്യങ്ങൾ നിരാകരിച്ചു, വ്യക്തിയുടെ ചിന്താ സ്വാതന്ത്ര്യങ്ങൾ നിരാകരിച്ചു. അവിടെ ചിന്താ സ്വാതന്ത്ര്യമുണ്ട്, മതസ്വാതന്ത്ര്യമുണ്ട്, സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ട്, മറുഭാഗത്ത് സമൂഹത്തിന്റെ അവകാശങ്ങളുണ്ട്. അപ്പൊ സമൂഹത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി വ്യക്തി അവന്റെ നൈസർഗികമായ ഈ മൂന്ന് മൗലിക അവകാശങ്ങളും അടിയറവ് വെക്കണമെന്ന് കമ്മ്യൂണിസം സിദ്ധാന്തിച്ചു. അതോടുകൂടി ലോകത്ത് കമ്മ്യൂണിസം നടന്നു. ആ കമ്മ്യൂണിസത്തിൽ നിന്ന് വീണ്ടും നക്സലിസം ജന്മം കൊണ്ടു. വീണ്ടും ആത്യന്തികവാദം. അസന്തുലിതമായ കമ്മ്യൂണിസത്തിൽ നിന്നും അത്യന്തം അസന്തുലിതമായ ആത്യന്തികവാദമായ തീവ്രവാദമായ അല്ലെങ്കിൽ വേറൊരു വേണമെങ്കിൽ ഭീകരവാദം എന്ന് പറയാവുന്ന നക്സലിസവും മാവോയിസവും ജന്മം കൊണ്ടു. ആ നക്സലിസവും മാവോയിസവുമാണ് ലോകപ്രധാനത്തിൽ കമ്മ്യൂണിസം ബാക്കിക്കാലത്ത് നടന്നത്. കനൂസന്യാൽ കേട്ടിട്ടുണ്ടാവും. കനൂസന്യാൽ എന്ന് പറയുന്നത് കനൂസന്യാൽ നക്സൽബാരി എന്ന് അറിയപ്പെടുന്ന, നമ്മളൊക്കെ നക്സൽബാരി എന്ന് പറയുന്ന ബംഗാളിലെ ഗ്രാമമാണ്. നക്സൽബാരി എന്ന് ബംഗാളി ഗ്രാമമാണ്. അത് നമ്മൾ നക്സൽബാരി എന്ന് പറയും. ആ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ കനൂസന്യാൽ 89ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്യാനുണ്ടായ നിരാശ വധിച്ചു. അദ്ദേഹത്തിന് ആത്യന്തികമായ വിപ്ലവം സാധ്യമല്ല. അസന്തുലിതമായ വീക്ഷണം അപ്രായോഗികമാണ്. അവിടെയും അസാധ്യമാകാൻ കനൂസന്യാലിനെ പോലുള്ള ഒരു ധീരനായ കമ്മ്യൂണിസ്റ്റുകാരൻ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസത്തിന്റെ അസന്തുലിതാവസ്ഥ അതിനേക്കാൾ അസന്തുലിതമായി എടുത്ത് പ്രയോഗിക്കുന്നുണ്ടാണ്. മുതലാളിത്തം തന്നെയാണ്. മുതലാളിത്തം എന്താണ് പറയുന്നത്? മുതലാളിത്തത്തെ സംബന്ധിച്ചിടത്തോളം സമൂഹം പ്രശ്നമല്ല, വ്യക്തിയാണ് പ്രധാനം. വ്യക്തിയുടെ അവകാശമാണ്, ഇൻഡിവിജ്വൽ റൈറ്റ് ആണ് ഏറ്റവും പ്രധാനം. സോഷ്യൽ ജസ്റ്റിസ് അല്ല. അങ്ങനെ മുതലാളിത്ത വ്യക്തിയുടെ കൈവഴിയും ഉൽപാദനമാണ് പ്രധാനം, വിതരണമല്ല. കമ്മ്യൂണിസം വിതരണമാണ് പ്രധാനം, ഉൽപാദനമല്ല. അപ്പൊ ഉൽപാദനം വിതരണം രണ്ടും ആവശ്യമാണ്. പക്ഷെ അതനുസരിച്ച് ഉൽപാദനവും തടക്കണം, വിതരണവും. അതുകൊണ്ടാണല്ലോ ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥ ഉൽപാദനത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു, വിതരണത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു. പഠിക്കണം ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥ വളരെ സന്തുലിതമാണ്, വളരെ സന്തുലിതമാണ്. ക്യാപിറ്റൽ മുമ്പിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥ പഠിക്കുകയാണെങ്കിൽ വളരെ വളരെ സന്തുലിതമാണ്. തത്വത്തിൽ കമ്മ്യൂണിസം സമർത്ഥിക്കുന്ന സാമൂഹിക നീതിയും മുതലാളിത്തം സമർത്ഥിക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യവും, ഫലത്തിൽ വ്യക്തി സ്വാതന്ത്ര്യം നൽകി ഉൽപാദനത്തെയും
സാമൂഹിക നിയന്ത്രണം കൊണ്ടുവന്നുകൊണ്ട് സമൂഹത്തിന്റെ വിതരണപരമായ താല്പര്യത്തെ സംരക്ഷിക്കുന്ന സന്തുലിതമായ ഒരു സാമ്പത്തിക നീതിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനുള്ളത്. അവിടെയും ഇസ്ലാം സന്തുലിതമാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിക കമ്മ്യൂണിസം അതിന്റെ ഏകപക്ഷീയത ഉൾക്കൊള്ളാൻ കഴിയില്ല. കമ്മ്യൂണിസ്റ്റുകാരുടെ ഉദ്ദേശശുദ്ധിയോടോ കാറൽ മാർക്സിന്റെ ഉദ്ദേശശുദ്ധിയോടോ യോജിപ്പുള്ളത് കൊണ്ടല്ല മനുഷ്യനെ അങ്ങനെ ആവിഷ്കരിക്കാൻ കഴിയൂ. മനുഷ്യന് സ്വന്തമായി സമ്പൂർണ്ണ സന്തുലിതമായ ഒരു നിലപാട് ആവിഷ്കരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ ശരിയായ നിലപാട് കിട്ടണമെങ്കിൽ ദൈവികമായ വെളിച്ചം വേണം. മനുഷ്യൻ പ്രകൃതിപരമായി തന്നെ അസന്തുലിതാവസ്ഥയുള്ളവരാണ്. മനുഷ്യൻ പ്രതി വ്യക്തി വ്യത്യസ്തമാണെന്ന വികാരങ്ങൾ, ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ. അതുകൊണ്ട് അവർക്ക് സന്തുലിതമായ നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. സന്തുലിതത്തിലേക്ക് എത്തണമെങ്കിൽ ഒരു കൃത്യമായ മാർഗദർശനം അവർക്ക് ലഭിക്കണം. ആ മാർഗദർശനം തത്വമായി അംഗീകരിച്ചുകൊണ്ട് അതിലേക്ക് വരാൻ തയ്യാറായിരുന്നു. അതുകൊണ്ടാണ് ഇസ്ലാം ആ ഒരു പൊതു തത്വത്തെ വെച്ചുകൊണ്ട് ആ തത്വത്തിൽ എല്ലാവരുടെയും അസന്തുലിതമായ വ്യക്തിത്വങ്ങളെ യോജിപ്പിക്കുകയായിരുന്നു. പ്രവാചകനാണ്. അബൂബക്കറിന്റെ വ്യക്തിത്വം വേറൊന്നാണ്, ഉമറിന്റെ വ്യക്തിത്വം വേറൊന്നാണ്. ആ രണ്ട് വ്യക്തികളെയും പ്രവാചകൻ സമന്വയിപ്പിച്ചു. അബൂബക്കറിന്റെ പ്രവാചകൻ തള്ളിയില്ല, ഉമറിന്റെ പ്രവാചകൻ തള്ളിയില്ല, ഉമറിന്റെ കാർക്കശ്യത്തെ തള്ളിയില്ല, അബൂബക്കറിന്റെ കാരുണ്യത്തെയും തള്ളിയില്ല. കാർക്കശ്യവും ആവശ്യമാണ്, കാരുണ്യവും ആവശ്യമാണ്. കാർക്കശ്യം മാത്രമായാൽ ഭീകരന്മാരായി മാറും, കാരുണ്യം മാത്രമായാൽ ഭീരുക്കളും നിസ്സഹായമായി മാറും. സമൂഹം മുമ്പോട്ട് പോകണമെങ്കിൽ കാർക്കശ്യം ആവശ്യമാണ്, കാരുണ്യവും ആവശ്യമാണ്. ഇത് പ്രവാചകനില്ലായിരുന്നെങ്കിൽ അബൂബക്കർ കാരുണ്യത്തിന്റെ മാർഗത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകും, ഉമർ കാർക്കശ്യത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകും. അവസാനം കാരുണ്യ കാർക്കശ്യ സംഘർഷത്തിൽ തകർന്നടിപ്പുറമായി തീരും ആ സാമൂഹ്യ വ്യവസ്ഥ. പക്ഷേ പ്രവാചകൻ അവിടെ നിർത്തി നിന്നുകൊണ്ട് ഈ രണ്ട് വ്യക്തിത്വങ്ങളെയും സന്തുലിതമായ അവസ്ഥയിലേക്ക്, ബാലൻസിലേക്ക് കൊണ്ടുവന്നു. പ്രവാചകനിൽ നിന്ന് പരിശോധിച്ചാൽ ഒരുപാട് സന്ദർഭങ്ങളിൽ ഈ ബാലൻസിലേക്ക് പ്രവാചകൻ കൊണ്ടുവന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. സമയപരിധിക്കുള്ള ആദ്യം ഞാൻ കിടക്കുന്നില്ല. അപ്പൊ അവിടെയും പ്രവാചകൻ ഈ കാരുണ്യത്തെയും കാർക്കശ്യത്തെയും സന്തുലിതമാക്കിയാണ് ചെയ്തത്. നമ്മുടെ പരിസ്ഥിതി പ്രശ്നം എടുത്ത് നോക്കുക. പരിസ്ഥിതിയുണ്ട്, വികസനമുണ്ട്. എന്താണ് പ്രശ്നം? ഒരു വിഭാഗത്തിന് പരിസ്ഥിതി മാത്രമാണ് പ്രധാനം, മറുവിഭാഗത്തിന് വികസനം മാത്രമാണ് പ്രധാനം. വികസനവാദികളും പരിസ്ഥിതിവാദികളുമായി ഏറ്റുമുട്ടുകയാണ്. പരിസ്ഥിതി സംരക്ഷണവും ആവശ്യമാണ്, വികസനവും ആവശ്യമാണ്. അവ സന്തുലിതമാകണം, രണ്ടിനെയും തമ്മിലേക്ക് കൊണ്ടുവരണം. പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത രൂപത്തിൽ വികസനം, വികസനത്തിനും അടിസ്ഥാനപരമായി പ്രതികൂലമാകാത്ത രൂപത്തിൽ പരിസ്ഥിതി. പക്ഷെ നമുക്ക് കഴിയുന്നുണ്ടോ? പ്രിയപ്പെട്ട സഹോദരി, ഞാൻ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ ഇത് അതുകൊണ്ടാണ് ഇസ്ലാം മുസ്ലിം സമൂഹം മനസ്സിലാക്കേണ്ട കാര്യം. ഈ സന്തുലിതമായ ഇസ്ലാമിന്റെ ആത്മാവ് ഇത് ഇപ്പോൾ എന്തുകൊണ്ട് ഈ മുദ്രാവാക്യം ഉയർത്തിയെന്ന് ചോദിച്ചാൽ അതുകൂടി പറഞ്ഞു അവസാനിപ്പിക്കാം. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സമീപകാലത്ത് വന്നിരിക്കുന്ന ഒരു പ്രശ്നം, അസന്തുലിതാവസ്ഥയിലേക്ക് വ്യത്യസ്തമായ വശത്തിൽ നിന്നുകൊണ്ട് ആളുകളെ കയറി കെട്ടി വലിക്കുന്ന ഒരു പ്രവണത ഒരു ചെറു ന്യൂനപക്ഷ മുസ്ലിം സമൂഹത്തിൽ അഴിച്ചുവിടുകയുണ്ടായി. ഈ അഴിച്ചുവിട്ടതിന്റെ ഫലമായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ അത് രണ്ട് രൂപത്തിലാണ് ദോഷം ചെയ്യുക. ഒന്ന്, മുസ്ലിം സമൂഹത്തിൽ തന്നെ ഈ അസന്തുലിതമായ കാഴ്ചപ്പാട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉള്ളതാണ്, മൊത്തത്തിലുള്ള മനുഷ്യരാശിയുടെ മൗലികമായ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ മേൽ കമ്മ്യൂണിസത്തെയും നക്സലിസത്തെയും പരിസ്ഥിതിവാദമൊക്കെ ഉണ്ടായിരിക്കാൻ കാരണം. ഇതെവിടെയും സംഭവിക്കുന്ന പ്രശ്നമാണ്. പ്രവാചകന്മാരുടെ അനുയായികൾ സംഭവിക്കുന്ന പ്രശ്നമാണ്. യേശുവിന്റെ അനുയായികൾ, മോസസിന്റെ അനുയായികൾ കടുത്ത സന്യാസത്തിലേക്ക് പോയി, അതിഭയാനകമായ സന്യാസത്തിലേക്ക് പോയവരാണ് ഖുർആൻ നിരാകരിച്ചത്. പിൽക്കാലഘട്ടത്തിൽ യഹൂദ അനുയായികൾ കടുത്ത ഭൗതിക പൂജയിലേക്ക് പോയവരാണ് ഇസ്ലാമിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ മുസ്ലിം സമൂഹത്തിൽ വ്യത്യസ്തമായ അസന്തുലിതാവസ്ഥ ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന്റെ ഉള്ളിൽ തെറ്റായ മെസ്സേജും പൊതുസമൂഹത്തിന് മുമ്പിൽ ഇസ്ലാം അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന രൂപത്തിൽ അസന്തുലിതമായ സന്ദേശങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അസന്തുലിതമായ സന്ദേശങ്ങളെ ശക്തമായി തിരുത്തിക്കൊണ്ട് ഈ പ്രചരിപ്പിക്കപ്പെടുന്ന സന്ദേശങ്ങളിലേക്ക് ഉള്ളിലുള്ള അടിസ്ഥാന ആത്മാവെന്ന് പറയുന്നത് ഇസ്ലാം ഉൾക്കൊള്ളുന്നതാണ്. പക്ഷേ ആവശ്യത്തിൽ കൂടുതൽ അളവിലേക്ക് അതിനെ വലിച്ചു കൊണ്ടുപോകാൻ പാടില്ല. നമ്മുടെ ശരീരത്തിൽ പല ഘടകങ്ങളുണ്ട്, പക്ഷെ ഒന്നും ആവശ്യത്തിൽ കൂടുതലാകാൻ പാടില്ല. ഉപ്പ് ആവശ്യത്തിൽ കൂടുതലാകാൻ പാടില്ല, പഞ്ചസാര ആവശ്യത്തിൽ കൂടുതലാകാൻ പാടില്ല, സോഡിയം ആവശ്യത്തിൽ കൂടുതലാകാൻ പാടില്ല, പൊട്ടാസ്യം ആവശ്യത്തിൽ കൂടുതലാകാൻ പാടില്ല. എല്ലാം വേണം.
പക്ഷെ എല്ലാത്തിനും അളവുണ്ട്. ജഅൽനാ ലികുല്ലി ഷൈഇൻ ഖദ്റ, ജഅൽനാ ലികുല്ലി ഷൈഇൻ ഖദ്റ. എല്ലാത്തിനും അല്ലാഹു തആല ഒരു ഖദർ നിർണയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഈ ലോകത്തെ വെയിക്കുന്ന മഴയ്ക്ക് അളവുണ്ട്, വെയിലിന് അളവുണ്ട് എന്ന് മാത്രമല്ല എല്ലാത്തിനും അളവുണ്ട്. ആത്മീയതയ്ക്ക് അളവുണ്ട്, ഭൗതികതയ്ക്ക് അളവുണ്ട്, ചെറുത്തുനിൽപ്പിന് അളവുണ്ട്, സാമൂഹ്യ ബന്ധങ്ങൾക്ക് അളവുണ്ട്, വിട്ടുനിൽക്കുന്നതിന് അളവുണ്ട്, കൂടിച്ചേരുന്നതിന് അളവുണ്ട്, ആത്മീയ ജീവിതത്തിന് അളവുണ്ട്, ആരാധനകൾക്ക് പരിധിയുണ്ട്, എല്ലാത്തിനും പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറത്തേക്ക് ആളുകൾ പോയാൽ സംഗതി അപകടം സംഭവിക്കും. ഇപ്പോൾ ഒരു ഭാഗത്ത് ഒരു വിഭാഗം ആളുകൾ പോരാട്ടത്തിന്റെ പേരിൽ, സാമ്രാജ്യത്തിന്റെ വിരോധത്തിന്റെ പേരിൽ അതിഭയാനകമായ ഭീകരവാദം എന്ന് പറയുന്ന അസന്തുലിതാവസ്ഥയിലേക്ക് ഒരു വിഭാഗത്തെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അസന്തുലിതാവസ്ഥയാണ്. ഇത് ലോക മുസ്ലിം സമൂഹം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധി ഈ ഭീകരവാദത്തിന്റെ അസന്തുലിതാവസ്ഥയാണ്. അവർ ഉയർത്തുന്ന പ്രശ്നം എന്താണ്? അക്രമത്തെ ചെറുക്കണ്ടേ, സാമ്രാജ്യത്തെ ചെറുക്കണ്ടേ എന്നതാണ്. സാമ്രാജ്യത്തെ ചെറുക്കാൻ വേണ്ടി ഭീകരമായ IS പോലുള്ള സംവിധാനങ്ങളും IS പോലുള്ള സംവിധാനത്തിന്റെ പേരിൽ അതിനെ ചെറുക്കണ്ടേ എന്ന രൂപത്തിൽ വീണ്ടും സാമ്രാജ്യത്വം. ഇത് പരസ്പരം രണ്ട് ആത്യന്തികതകളാണ്. സാമ്രാജ്യത്വം ആത്യന്തികതയാണെങ്കിൽ അതിനെ ചെറുക്കുവാൻ വേണ്ടി എന്ന് വാദിച്ചുകൊണ്ട് IS എന്ന് പറയുന്നത് മറ്റൊരു ആത്യന്തികതയാണ്. രണ്ട് ആത്യന്തികതകൾ ചേർന്നാൽ സാധാരണ മാത്തമാറ്റിക്സ് രണ്ട് പ്ലസ് ചേർന്നാൽ ഇതാകുമെന്ന് പറയാം. ഇവിടെ രണ്ട് ആത്യന്തികത ചേർന്നാൽ ഒരു സമാധാനമാവുകയില്ല. രണ്ട് ആത്യന്തികതകൾ ചേർന്നാൽ IS-ഉം US-ഉം ചേർന്നാൽ ലോകത്ത് സമാധാനം ഉണ്ടാവുകയില്ല. ഒന്ന് നീണ്ടിരിക്കുന്നു, മറ്റൊന്ന് വളഞ്ഞിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഒരു കമ്പി നീണ്ടിരുന്നാൽ അത് IS ആകും, അത് വളഞ്ഞിരുന്നാൽ അത് US ആകും. വേറെ വ്യത്യാസമൊന്നുമില്ല. അത് കൂടുതൽ അപകടകാരിയായ ചൂണ്ടയായി മാറും. IS സൂചിയാണെങ്കിൽ US ചൂണ്ടയാണ്. ഇതെങ്ങനെയാണ് രണ്ട് ആത്മീയതയെ പ്രസംഗിക്കുക? അതിനുവേണ്ടി വിശുദ്ധ ഖുർആൻ ആയത്തുകൾ യഥേഷ്ടം ഉപയോഗപ്പെടുത്തുന്നു. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലെ ആയത്തുകൾ യഥേഷ്ടം ഉപയോഗപ്പെടുത്തുന്നു. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. യുദ്ധത്തിന്റെ സൂത്രങ്ങളെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉപയോഗപ്പെടുത്തുന്നു, തങ്ങൾ ഇസ്ലാമിന്റെ മിത്രങ്ങളാണ് എന്ന് പറയുന്നവർ ഉപയോഗപ്പെടുത്തുന്നു. ഇസ്ലാമിന്റെ ശത്രുക്കളെ പ്രചരിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ വാണിന്റെ മതമാണ്. അവിശ്വാസികളെ മുഴുവൻ ആക്രമിക്കുവാനും കൊല്ലുവാനും ഖുർആൻ പ്രേരിപ്പിക്കുന്നു എന്ന് അവർ പറയുമ്പോൾ അതേ ആയത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതേ ആത്യന്തികവാദികളും അത് തന്നെ പറയുകയാണ്. നിങ്ങൾ മുഴുവൻ മുസ്ലിങ്ങളെയും കൊന്നൊടുക്കുക എന്ന് വിശുദ്ധ ഖുർആൻ വായിച്ചുകൊണ്ട് ഇവിടുത്തെ ഇസ്ലാമിലെ കലക്ക് എതിരാളികൾ പറയുന്നു ഖുർആൻ ഇതര മതവിശ്വാസികളോട് അസഹിഷ്ണുതയില്ലാത്ത മതമാണ്. അതേ ആയത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതേ തീവ്രവാദികളും അതേ പ്രക്രിയ ചെയ്യുമ്പോൾ രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഈ സന്ദർഭത്തിന്റെ നടത്തിയെടുത്ത് പശ്ചാത്തലത്ത് മാറ്റിയെടുത്തുകൊണ്ട് അത് വളരെ വിശദമായ വിഷയങ്ങൾ മാത്രം പോവുകയാണ്. ഈ അസന്തുലിതമായ പ്രമാണ വായന എന്ന് പറയുന്ന വളരെ അപകടകരമായ ഒന്ന്. പ്രമാണം എന്ന് പറയുന്നത് പശ്ചാത്തലത്തിൽ നിർത്തി മാത്രമായി കേട്ടതാണ്. ലക്ഷ്യം, പശ്ചാത്തലം ഈ രണ്ടും മനസ്സിലാക്കാതെ പ്രമാണ വായന പാടില്ല. പണ്ട് റോമാ സാമ്രാജ്യം ആയുധം ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ആയുധം ഉണ്ടാക്കാൻ പാടില്ല, കുതിരപ്പട മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. അന്നത്തെ ഫത്വയാണ്. ആ ഫത്വയാണ് ലോകത്തെ സകല നാശത്തിന് കാരണം. ഉസ്മാനിയ ഖിലാഫത്ത് നശിക്കാൻ കാരണമാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു കുതിരപ്പടയെ ഉണ്ടാക്കാൻ പാടുള്ളൂ. ഇന്നെന്ത് കുതിരപ്പട? അക്ഷരവായന എന്ന് പറയുന്നത് പ്രമാണത്തിന്റെ തെറ്റായ വായനയാണ്. ഈ അക്ഷരവായന നടത്തിക്കൊണ്ടാണല്ലോ ആളുകൾ ആത്മീയ അസന്തുലിതാവസ്ഥയിലേക്ക് പോകുന്ന മറ്റൊന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. അത്യന്തം തീവ്രവാദത്തിലേക്ക് പോയതും ഈ അക്ഷരവായനയാണെങ്കിൽ, പശ്ചാത്തലമില്ലാത്ത വായനയാണെങ്കിൽ, അസന്തുലിതമായ വായനയാണെങ്കിൽ ആത്മീയ വായന അങ്ങനെ തന്നെയാണ്. ഈ അക്ഷരങ്ങൾ മാത്രം എടുത്തുകൊണ്ട് പ്രവാചകൻ കഴിച്ചത് മാത്രമേ കഴിക്കാവൂ, പ്രവാചകൻ ധരിച്ചത് മാത്രമേ ധരിക്കാവൂ, പ്രവാചകൻ ജോലി മാത്രമേ ചെയ്യാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞ സ്ഥലത്തേക്ക് യാത്ര പോകുന്നവർ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനമാകുമായിരുന്നു. പ്രവാചകന്റെ വാഹനത്തിൽ മാത്രം അവർ കയറി
ഒട്ടകത്തിന് പുറത്ത് കയറിക്കൂടായിരുന്നോ? എന്റെ ഒട്ടകത്തിന് പുറത്ത് കയറിയില്ല. ആരാണ് നയിക്കേണ്ടതെങ്കിൽ ഒട്ടകപ്പുറത്ത് മാത്രമല്ല കയറാൻ പാടുള്ളൂ. ഇങ്ങനെയാണ് ഒരു വിമാനത്തിൽ കയറുക. ആ പ്രമാണങ്ങളുടെ ഈ അപകടവായുതയിൽ കൂടി അതിതീവ്രമായ അത്യന്തം പ്രതിരോധപരമായ ഒരു ആത്മീയത മുസ്ലിം സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാനുള്ള മറ്റൊരു ആത്യന്തികമായ അസന്തുലിതമായ സമീപനം നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മുസ്ലിം സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ, കുടുംബങ്ങളിൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ, സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ പ്രതിച്ഛായകമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇസ്ലാമിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണ പൊതുസമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിനുള്ള പങ്ക് ഇത് നമ്മൾ പൊതുസമൂഹത്തിൽ മനസ്സിലാക്കി ബോധ്യപ്പെടുത്തിയേ പറ്റൂ. ഈ അസന്തുലിതാവസ്ഥകൾ ശക്തമായി ചോദ്യം ചെയ്തേ പറ്റൂ. ഭീകരവാദ സായുധ അസന്തുലിതാവസ്ഥയെ ചോദ്യം ചെയ്യുന്ന പോലെ തന്നെ അതിനെ മറുഭാഗത്ത് നിൽക്കുന്ന ഈ ആത്മീയമായ അസന്തുലിതമായ ആ അവസ്ഥയെ നമ്മൾ ചോദ്യം ചെയ്തേ പറ്റൂ. അതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകന്റെ അനുധാവനം എന്ന് പറഞ്ഞുകൊണ്ട് അറേബ്യൻ വസ്ത്രധാരണം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഉത്തരേന്ത്യൻ വസ്ത്രധാരണം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ ഈ ലോകത്ത് വന്നത് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ വസ്ത്രം പ്രചരിപ്പിക്കാനാണോ? ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ ഭാഷ പ്രചരിപ്പിക്കാനാണോ പ്രവാചകൻ ഈ ലോകത്ത് വന്നത്? അതോ വസ്ത്രത്തിന് ലക്ഷ്യമുണ്ട്? വസ്ത്രത്തിന് ലക്ഷ്യം വസ്ത്രം നെയ്യാണി വസ്ത്രം താഴ്ത്തി കിടക്കുന്നതിനെ പറ്റി പ്രവാചകൻ പറഞ്ഞു. അഹങ്കാരത്തെ വസ്ത്രം താഴ്ത്തി കിടക്കുന്നവൻ അല്ലെങ്കിൽ അരസംഗീതിയുടെ വസ്ത്രത്തിന്റെ നീളമാണോ അതോ അവന്റെ മനസ്സിലെ അഹങ്കാരത്തിന്റെ ആഴമാണോ? ഏതാണ് ഈ പ്രമാണത്തിന്റെ അടിത്തറ? ഏതാണ് ഈ പ്രമാണത്തിന്റെ അടിത്തറ? അത് പ്രമാണത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കുന്നില്ല. പ്രമാണത്തിന്റെ അക്ഷരവാദം മാത്രം മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യന്റെ വസ്ത്രത്തിന്റെ സൗന്ദര്യ സങ്കല്പത്തെ മുഴുവൻ നിരാകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ വസ്ത്രത്തെ പറ്റി പറഞ്ഞിരിക്കുന്നതിനെ എല്ലാ പ്രാർത്ഥനാ സന്ദർഭങ്ങളും നിങ്ങൾ നിങ്ങളുടെ അലങ്കാരം അണിയുക എന്നാണ്. വസ്ത്രമാണ് സൗന്ദര്യം. മനുഷ്യൻ വസ്ത്രത്തിൽ കൂടിയാണ്. നല്ല വസ്ത്രം ധരിച്ച് നിങ്ങൾ ബസ്സിൽ കൈ കാണിച്ചാൽ അടുത്ത ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാനാണെങ്കിലും ഏത് സൂപ്പർ നിർത്തും. നിങ്ങൾ ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾ ഷട്ടിൽ ബസ്സിൽ കൈ കാണിച്ചാലും അവിടെ നിങ്ങൾ നിർത്തുകയില്ല. കാരണം അവർക്കറിയാം ആരാണ് യഥാർത്ഥ യാത്രക്കാരൻ. ഒരു ബസ് നിങ്ങൾക്ക് നിർത്തിത്തണമെങ്കിൽ പോലും വിശുദ്ധ ഖുർആൻ പറഞ്ഞ മാന്യമായ വസ്ത്രം നിങ്ങൾ ധരിക്കണം. മാന്യമായ വേഷമില്ലാതെ മണ്ണിൽ നടക്കാൻ കഴിയില്ല. മസ്ജിദിലൊരു പള്ളി, ആ പള്ളിയിൽ സലാലയിൽ ആ പള്ളിയിൽ ഒരു പ്രത്യേക വേഷമില്ലാത്തവർക്ക് പ്രവേശനമില്ല. മസ്ജിദിലുള്ളവർക്കറിയാം മാന്യമായ വസ്ത്രം ധരിച്ച് കുളിച്ച് വൃത്തിയായി വരുന്നവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അതിനൊരു കാരണമില്ല. കാരണം പറയുന്നത് വംശീയതകളോട് ആ കാരണങ്ങൾ പറയുന്നില്ല. അപ്പൊ സന്തുലിതത്വം എന്ന് പറയുന്നത് ഈ അസന്തുലിതാവസ്ഥ, അതേപോലെ തന്നെ സാമൂഹിക ബന്ധങ്ങൾ, സ്വന്തം വിശ്വാസ സംരക്ഷണം, മറുഭാഗത്ത് സാമൂഹിക ബന്ധങ്ങൾ, ഇവിടെയും സന്തുലിതാവസ്ഥ ഉണ്ടായിരിക്കണം. നമ്മുടെ ആദർശം സംരക്ഷിക്കപ്പെടണം, നമ്മുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടണം, നമ്മുടെ വീക്ഷണങ്ങൾ സംരക്ഷിക്കപ്പെടണം. മറുഭാഗത്ത് സാമൂഹിക ബന്ധവും ആവശ്യമാണ്. പക്ഷേ ഇപ്പോൾ അസന്തുലിതാവസ്ഥ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമൂഹിക ബന്ധങ്ങൾ പാടില്ല. ഹിജ്റ പോലും പ്രവാചകന്റെ ഹിജ്റയെ പോലും അമുസ്ലിം സമൂഹത്തിൽ നിന്നും മുസ്ലിം സമൂഹത്തിലേക്ക് യാത്ര ചെയ്യുന്നതായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. പ്രവാചകൻ മക്കയിൽ നിന്ന് ഹിജ്റ പോയപ്പോൾ മദീന മുസ്ലിം രാജ്യമായിരുന്നു. മദീനയിൽ 72 മുസ്ലിങ്ങളേ ഉള്ളൂ. അവിടെ ജൂതന്മാരായിരുന്നു ധാരാളം ഉണ്ടായിരുന്നത്. അവിടെ ബഹുദൈവ വിശ്വാസികളായിരുന്നു. പ്രവാചകൻ അവിടെ പോയി അവരുമായി ഇണങ്ങി ജീവിച്ച് എല്ലാ സുഖദുഃഖങ്ങളിലും പങ്കെടുത്ത് അവിടെ പോയപ്പോൾ അവിടുത്തെ യഹൂദരുടെ നോമ്പ് പ്രവാചകൻ സ്വീകരിക്കുകയായിരുന്നു. മുഹറമത്തിന്റെ നോമ്പ് നമുക്കറിയാവുന്നതാണ്. ഈ മുഹറമത്തിന്റെ നോമ്പ് എന്ന് പറയുന്നത് പ്രവാചകൻ പ്രത്യേകമായ ഒരു വഹിയിൽ കൂടി പഠിച്ചവൻ പഠിപ്പിച്ചുകൊടുത്തല്ല. അവിടെ ചെന്നപ്പോൾ യഹൂദരുടെ നോമ്പ് കണ്ടു. എന്തിനാണ് യഹൂദരുടെ നോമ്പ് പ്രവാചകൻ അനുകരിക്കേണ്ട കാര്യമുണ്ടോ? അവരുടെ തുല്യായ ഖുദ്സിലേക്ക് നമസ്കാരത്തിൽ തിരിഞ്ഞേക്കേണ്ട കാര്യമുണ്ടോ? അവരുമായി വേർപെടലാണ് നമ്മുടെ മൗലിക ദൗത്യമെങ്കിൽ അപ്പോൾ മറ്റ് സമൂഹങ്ങളുമായി സമന്വയം, സൗഹാർദ്ദം എന്ന് പറയുന്നത് സ്വന്തം ആദർശ ശുദ്ധിക്ക് വിരുദ്ധമല്ല. ഇവിടെയും സന്തുലിതത പാലിക്കേണ്ടതുണ്ട്. അത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ സൂചനകളുടെ അന്തരം മാത്രമാണ് സമർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള സമയം അവസാനിക്കാൻ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമൂഹത്തെ കർമ്മശാസ്ത്രത്തിന്റെ പേരിൽ വേഷമില്ലാതെ
അച്ചടക്കത്തിന്റെ പേരിൽ, ആധ്യാത്മിക പ്രവണതയുടെ പേരിൽ, സാമൂഹിക ബന്ധങ്ങളുടെ പേരിൽ, യുദ്ധത്തിന്റെയും ആയുധപ്രയോഗത്തിന്റെയും പേരിൽ, പ്രവാചക അനുധാവനത്തിന്റെ പേരിൽ, ജീവിത വിശുദ്ധിയുടെ പേരിൽ അസന്തുലിതമായ അവസ്ഥയെ വലിച്ചെടുത്തുകൊണ്ട് നമ്മുടെ സാമൂഹികമായ ഘടനയിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുകയും പൊതുസമൂഹത്തിൽ വമ്പിച്ച പ്രതിച്ഛായ നഷ്ടപ്പെടുകയും ചെയ്യുന്ന അസന്തുലിതമായ സമീപനങ്ങൾ പ്രചരിപ്പിക്കുന്ന പ്രവണത മുസ്ലിം സമൂഹത്തിലെ ന്യൂനപക്ഷം വളരെ അപകടകരമായ രൂപത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ സന്ദർഭത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടാണ് എന്നും എല്ലാ കാര്യത്തിലും സന്തുലിതമായ സമീപനം സ്വീകരിച്ചിട്ടുള്ള ഒരു കാര്യത്തിലും അളവിൽ കവിഞ്ഞ രൂപത്തിലുള്ള ഇടപെടൽ നടത്താതെ എല്ലാത്തിലും അതിന്റെ അളവ് സൂക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ഈ അന്തർധാരയായ ഈ ബാലൻസ്, ഈ വസത്ത്, ഈ മിതത്വം ഒരുപാട് ആയത്തുണ്ട്. ആയത്തൊന്നും ഞാൻ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പറയേണ്ട കാര്യമില്ല. ഒരുപാട് ആയത്തുണ്ട്. ഒരു ഹദീസുണ്ട്, വഅമൽ ലിദുനിയാക കഅന്നക തഈശു അബദാ വഅമൽ ലിആഖിറതിക കഅന്നക തമൂതു ഗദാ. നീ ആത്മീയ പ്രക്രിയ നടത്തുമ്പോൾ, ആരാധന നിർവഹിക്കുമ്പോൾ നാളെ മരിക്കുന്നവരെ പോലെ നീ ആരാധനയിൽ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. നീ കച്ചവടം നടത്തുമ്പോൾ ഒരിക്കലും മരിക്കാത്തവരെ പോലെയുള്ള ആ ഒരു ശ്രദ്ധയിൽ നീ കച്ചവടം നടത്തണം. കച്ചവടം നടത്തുമ്പോൾ ഞാൻ ഒരിക്കലും മരിക്കില്ല എന്ന കാഴ്ചപ്പാടിൽ പരമാവധി അത് മെച്ചപ്പെടുത്താൻ നീ ശ്രമിക്കണം. പക്ഷെ നീ നമസ്കരിക്കുമ്പോൾ നാളെ മരിച്ചേക്കാമല്ലോ എന്ന തോന്നലിൽ അത്രയും സൂക്ഷ്മത പുലർത്തണം. അപ്പൊ ആധ്യാത്മിക സൂക്ഷ്മതയും ഭൗതിക സൂക്ഷ്മതയും ഒരുമിച്ചാണ് ഹദീസിൽ പറയുന്നത്. ഇങ്ങനെ ഒരുപാട് സൂക്തങ്ങൾ നമുക്ക് പറയാൻ കഴിയും. മനുഷ്യജീവിതം എന്ന് പറയുന്നത് വ്യക്തി, സമൂഹം, ആസക്തി, വിരക്തി, അതേമാതിരി ആത്മീയത, ഭൗതികത, ഇഹലോകം, പരലോകം, നന്മ, നിന്മ, കുടുംബം, വ്യക്തി, വിവാഹം, വിവാഹ ജീവിതം, സാമ്പത്തിക പ്രക്രിയകൾ, ആരാധനാകർമ്മങ്ങൾ, ഇതെല്ലാത്തിന്റെയും സന്തുലിതമായ ഒരു വിന്യാസമാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം. ആ സന്തുലിതമായ എല്ലാം തന്നെയാണ് ഏത് ഈ ആളിന്റെ സൗന്ദര്യം സന്തുലിതമായ വിന്യാസമാണ്. ഈ സദസ്സിന്റെ സൗന്ദര്യം സന്തുലിതമായ വിന്യാസമാണ്. ഒരു പള്ളിയുടെ സൗന്ദര്യം സന്തുലിതമായ വിന്യാസമാണ്. ഈ ബാലൻസും ഈ പ്രയോറിറ്റിയും ഈ സന്തുലിതത്വവും ഈ മുൻഗണനാക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് ലോകത്ത് ദിവ്യദർശനം കടന്നു വന്നിട്ടുള്ളത്. പ്രവാചകന്റെ ആരംഭത്തിലാണ് സമൂഹത്തെ വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്. ആ സന്തുലിതമായ സന്ദേശം എന്ന് പറയുന്ന ഈ കാഴ്ചപ്പാട് കേരളത്തിൽ ശക്തമായി ചർച്ചയിൽ വരണം. ഇതാണ് ഇസ്ലാം, ഇതാണ് ഇസ്ലാം. സന്തുലിതമാണ് ഇസ്ലാം, അസന്തുലിതമല്ല. ഈ സന്ദേശം വളരെ ശക്തമായി പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വളരെ ആലോചിച്ച് വളരെ ഗൗരവത്തിൽ ഈ മഹത്തായ പ്രമേയം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രമേയത്തെ പറ്റി നന്നായി പഠിക്കുകയും നന്നായി മനസ്സിലാക്കുകയും ഇതിന്ന് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതൊന്ന് പറഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന, പറയാൻ ആർക്കും ധൈര്യമില്ലാത്ത, പലപ്പോഴും ആർക്കും ധൈര്യമില്ലാത്തത് പറയാൻ എന്നും ധൈര്യം കാണിച്ചിട്ടുള്ള ഇസ്ലാമിക പ്രസ്ഥാനം ഈ സമ്മേളനത്തിൽ അത് ധൈര്യമായി പറയുകയാണ്. ഇസ്ലാം സന്തുലിതമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നന്നായി പഠിക്കുക, നന്നായി സമൂഹത്തിലേക്ക് ഇറങ്ങുക. ഈ കാലഘട്ടത്തിൽ മുഖ്യമായ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ സന്ദേശം സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അസംതൃപ്തത്തിന്റെ ഈ കളങ്കം കഴുകിക്കളയാൻ ഈ സമ്മേളനത്തിന് അവസരം നന്നായി നമ്മൾ വിനിയോഗിക്കുക. അതിന് ഉള്ള ഒരു കരുത്തും ഒരു ഊർജ്ജവും നൽകുന്നതാകട്ടെ. നമ്മുടെ ഈ പ്രഖ്യാപന സമ്മേളനം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ സമ്മേളനത്തിൽ എല്ലാവിധ വിജയത്തിനാവശ്യം എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ സംഭരിക്കുകയാണ്. ഇസ്ലാം സന്തുലിതമാണ് എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സമിതി അംഗം കെ എ യൂസഫ് ഉമരി സാഹിബിന് കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ആശംസ പ്രഭാഷണം നിർവഹിക്കുവാൻ ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് സുമയ്യ നാസർ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Alhamdulillah,